ഇന്ന് നിങ്ങൾ നോക്കുമ്പോ ക്രിസിനെ കാണാനില്ലല്ലോ. ക്രിസ് ഇല്ല. ക്രിസിന് ഇന്ന് പെട്ടെന്ന് ബാംഗ്ലൂർ ട്രാഫിക്കില് പെട്ട് കിടക്കുകയാണ്. ഇതുവരെ ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. ക്രിസ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വരുമായിരിക്കും നമ്മൾ വിചാരിക്കുകയാണ്. ബാംഗ്ലൂര് ട്രാഫിക്കിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോ അതുപോലെ തന്നെയാണ് നമ്മളെ ഏകദേശം സ്റ്റക്കായി കിടക്കുന്ന പോലെ 3 മാച്ചായിട്ട് അല്ല 4 മാച്ചായിട്ട് ഡ്രോ തന്നെ. അൺബീറ്റൻ എന്നൊക്കെ പറയാം. 12 മാച്ച് അൺബീറ്റൻ ഒക്കെ ആയി. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഡ്രോ സ്ട്രീക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മള് കഴിഞ്ഞതിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പോഡ്കാസ്റ്റ് അടുത്തതിൽ വരും എന്നൊക്കെ പറഞ്ഞ് നല്ല പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. കമന്റ്സ് ഇട്ട ആൾക്കാരും എല്ലാവരും നമ്മൾ ജയിക്കും എന്നുള്ളതിലൊക്കെ പ്രഡിക്ഷൻ ഒക്കെ വന്നത്. പക്ഷെ നമ്മുടെ അവസ്ഥ ഇപ്പോഴും അങ്ങനെ അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. ഇപ്പോഴും റിസൾട്ട്സ് റെഡി ആയിട്ടില്ല. പക്ഷെ പലരും രണ്ടഭിപ്രായം ഉണ്ട്. നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആയി, പക്ഷെ റിസൾട്ട് വന്നില്ല. റിസൾട്ട് ആണ് ഇമ്പോർട്ടന്റ്. നമ്മുടെ ടേബിളില് മുകളിലേക്ക് കയറാൻ നല്ലൊരു ചാൻസ് ആയിരുന്നു. 4th പ്ലേസിൽ നമ്മൾ സ്റ്റക്കാണ്. ബാക്കിയുള്ള ടീമുകളും അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന കാരണം നമ്മൾ ഇപ്പോഴും തൽക്കാലം അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും മാച്ച് എൻജോയ് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. പക്ഷെ റിസൾട്ട് ആർക്കും ഇഷ്ടമായില്ല. എന്താണ് റോബിന് എന്താ തോന്നിയ മാച്ച് കഴിഞ്ഞപ്പോ? കുറെ കാലത്തേക്ക് നമ്മൾ ആ കൂടുതൽ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാല് കളി കാണാൻ ബോറാണ്. ഒരു എന്താ പറയാ, ഒരു ലിവർപൂൾ മാച്ച് കാണാനുള്ള ഒരു എന്റർടൈൻമെന്റ്, എക്സൈറ്റ്മെന്റ് അതില്ലാത്തൊരവസ്ഥയായിരുന്നു കുറെ കാലത്തേക്ക്. അതൊന്ന് മാറി കിട്ടി. അപ്പോഴേ ഗോൾ അടിക്കാനാണില്ല. ഇതിനി ആരടിച്ചാലും ഗോൾ പോസ്റ്റിനകത്തേക്ക് പോകാനുള്ള അവസ്ഥയാണ് ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാത്തെ കളി നടന്നത്. എന്ത് ചെയ്തു? നമുക്ക് എത്രയുണ്ട്? 20, 10, 15, 20 ഷോട്ടെങ്ങാനുണ്ടായിരുന്നോ? അതില് കുറച്ചൊക്കെ സേവ് ചെയ്ത് കുറെയൊക്കെ നമ്മൾ പുറത്തേക്ക് അടിച്ച്. ഇത് ഇനി എപ്പോ നന്നാവാനാ? ഇനി ആര് വരാനാ? ഇസാക്ക് മാത്രമേ ബാക്കിയുള്ളൂ വരാന്. ഇനി ഈ ടീം ഇനിയും സെറ്റ് ആവൂല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് ഈ സീസൺ മുന്നോട്ട് പോകുമ്പോ. ഇസാക്ക് മാത്രല്ല, ആഫ്കോൺ കഴിഞ്ഞു. സല തിരിച്ചു വരുന്നതാണ് വാൻഡൈക്ക് മാർസൽ ഗെയിമിൽ ഉണ്ടാവുന്നതാണ് വാൻഡൈക്ക് പറഞ്ഞത്. ഈ കളിയില് അത് ഓബി പറഞ്ഞ പോലെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതായത് അവര് കംപ്ലീറ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. നമുക്കാണെങ്കിൽ ഇഷ്ടം പോലെ ബോൾ കിട്ടുന്നുണ്ട്. പിന്നെ പതിവ് പോലെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡും ബാക്ക് പാസ് അല്ലാണ്ട് ആക്ച്വലി എല്ലാ പാസസിനും ഒരു ഇന്റന്റ് ഉള്ള പോലെ തോന്നിയായിരുന്നു. നല്ല മൂവ്മെന്റ് ഉണ്ട്. അതേപോലെ കെർക്കസിനൊക്കെ 1-2 തവണ ഓവർലാപ്പ് ചെയ്തപ്പോഴൊക്കെ കറക്റ്റ് ടൈം ബോൾ കിട്ടിയായിരുന്നു കാലില്. വേർഡ്സും സൊബോസ്ലെയൊക്കെ പാസ് കൊടുത്തിട്ട്. അപ്പൊ അങ്ങനെ കളി കുറച്ച് സ്പീഡായി വന്നു. ഒരു പെനാൽറ്റി കിട്ടി. അത് പിന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഈ കഴിഞ്ഞ കളിയില് ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ വേർഡ്സ്, അതേപോലെ സൊബോസ്ലായ്, ജോൺസ്, എക്കിറ്റിക്ക് നമ്മൾ ലോ ബ്ലോക്കിനെതിരെ കളിക്കുമ്പം എനിക്ക് തോന്നുന്നു സ്ലോട്ട് ഉദ്ദേശിക്കുന്നത് ഇവര് സെന്ററിൽ ചെറിയ ചെറിയ സ്പേസസ് ഒക്യുപ്പൈ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നു. സ്ലോട്ടിന്റെ ഐഡിയ അതാണെന്ന് തോന്നുന്നു. ഇപ്പം ആ ഐഡിയ വെച്ചിട്ട് ഗ്യാപ്പും എക്വിറ്റിക്കൊക്കെ സെന്ററിൽ ഇങ്ങനെ കൂടുതൽ ടൈം സെന്ററിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഗാക്പോ കളിക്കണമെങ്കിൽ ഗാക്പോന് കുറെ സ്പേസ് വേണം. അതായത് ഗാക്പോന് സ്പേസ് കിട്ടിയാലേ ഗാക്പോക്ക് ആരെങ്കിലും ഡ്രിബിൾ ചെയ്യാനോ അല്ലെങ്കിൽ റൺ ഉണ്ടാക്കാനോ അതൊക്കെയാണ് പുള്ളിയുടെ സ്ട്രെങ്ത്. പക്ഷെ കഴിഞ്ഞ കളിയില് പുള്ളിക്ക് നല്ല പൊസിഷനിൽ ബോൾ കിട്ടുന്നുണ്ട്. പക്ഷെ അവിടുന്ന് ഒരു നല്ല ഡിസിഷൻ പുള്ളിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയത് പുള്ളി ഹീസ് നോട്ട് കംഫർട്ടബിൾ പ്ലേയിങ് ഇൻ ദാറ്റ് ഷോർട്ട്, എന്താ പറയാ, ആ ഷോർട്ട് സ്പേസിൽ. അപ്പൊ ആ പൊസിഷനിലൊക്കെ വേണമെങ്കിൽ നമുക്ക് സലേനെ പോലെ അല്ലെങ്കിൽ അതെ സലേനെ പോലെ ഒരു പ്ലെയർ വരികയാണെങ്കിൽ കളി കുറച്ചും കൂടി ഡിസിസീവ് ആവും. അതുപോലെ പിന്നെ ഒരു വേറൊരു അഡ്വാൻറ്റേജ് കണ്ടെന്ന് പറഞ്ഞാൽ ഫ്രിംപോങ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഒരു ഫ്രിംപോങ് ഒരു ലോ ബ്ലോക്കിനെതിരെ റൈറ്റ് ബാക്ക് കളിക്കുമ്പം ടീമിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത്. നല്ല നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. പുള്ളി
നന്നായിട്ട് വെറുതെ ഓവർലാപ്പ് ചെയ്യില്ല, പുള്ളി ആക്ച്വലി ഡിഫൻഡേഴ്സിനൊക്കെ ബീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബിക്കോസ് പുള്ളി ബൈലൈനിൽ പോയാൽ കട്ടിനെ ചെയ്യുന്നുള്ളൂ. വേറെ കഴിഞ്ഞ കളിയിൽ മൊത്തം അങ്ങനെ ആയിരുന്നു, കട്ടിൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെയായിരുന്നു കണ്ടതിൽ പോസിറ്റീവ് ആയിട്ടുള്ളത്. അതെ അതെ അതെ, നമ്മൾ കളിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് വേറൊരു പ്രധാനപ്പെട്ട ഇവന്റ് ഉണ്ടായല്ലോ. മാച്ച് കഴിഞ്ഞ ഉടനെ നമ്മുടെ ആൻഫീൽഡില് നമ്മുടെ ഫാൻസ് നമുക്ക് എപ്പോഴും നമ്മുടെ ടീമിനെ ഒക്കെ സപ്പോർട്ട് ചെയ്ത് നല്ല ഇതില് അങ്ങനെ ആണ്. നമ്മൾ എത്ര ഹാർഡ് ടൈംസിൽ പോയാലും അങ്ങനെ, ഈവൻ ക്ലോപ്പിന്റെ സമയത്തും ചെറിയ പ്രശ്നങ്ങളും ചെറിയ ഇതൊക്കെ ഉണ്ടായെങ്കിലും ഈ രീതിയിലുള്ളൊരു ബൂവിങ് നമ്മളിപ്പോ മാച്ച് കഴിഞ്ഞപ്പോ കണ്ടു. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് അങ്ങനെ പോകണ്ടായിട്ടില്ല. ക്ലോപ്പ് നടന്ന സമയത്ത് ഡെഫിനറ്റ്ലി ക്ലോപ്പ് പ്ലേയേഴ്സിനെ എല്ലാവരും വെച്ചിട്ട് വെസ്റ്റ് ബ്രോംവിച്ച് മാച്ച് കഴിഞ്ഞിട്ടല്ലേ അങ്ങനെ പ്ലേയേഴ്സും ഫാൻസുമായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ ശ്രമിച്ചു. പക്ഷെ ഇപ്പോ അങ്ങനെ നമ്മൾ ഹൈ ഒരു ഇതിൽ നിൽക്കുന്നതിലൊക്കെയാണ് എന്നാണ് ഇപ്പോഴൊരു ഡൗൺഫോൾ പോലെ ആവുന്നൊരു അവസ്ഥയാണെന്ന് ഫാൻസ് മനസ്സിലാക്കിയിട്ട് ആയിരിക്കും അവർ പൂജ ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായി. അപ്പൊ അത് അതിന്റെ കൂടെ ഇപ്പൊ നമ്മള് ഇവിടെ പറഞ്ഞ പോലെ ഈ ഏർലി ആയിട്ടുള്ള മാച്ച്, അതുപോലെ ലീഡ്സ്, സന്ദർലാൻഡ്, ഇതുപോലെ പ്രൊമോട്ടഡ് ആയിട്ടുള്ള ടീംസിന്റെ അടുത്തൊന്നും നമുക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു ഈ ഭയങ്കര കോൺഫിഡൻസിന്റെ കാര്യത്തിലായാലും എല്ലാം അത് പ്ലേയേഴ്സിനെ മാത്രമല്ല ഇപ്പൊ ഫാൻസിനെയും അത് അഫക്ട് ചെയ്ത് തുടങ്ങിയേക്കാം. ഇപ്പൊ സപ്പോർട്ടിന്റെ നമ്മൾ സപ്പോർട്ടിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ അതിലൊക്കെ നമ്മൾ പലതും ഡിസ്കസ് ചെയ്തു. ഇപ്പൊ ഫാൻസിന്റെ അടുത്തുനിന്ന് ഉള്ള സപ്പോർട്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണോ അത് പോകുന്നത്, എന്താണ് ഇനി സംഭവിക്കാൻ പോവാന്നുള്ളത്, എങ്ങനെയാണ് ഇത് റിഫ്ലക്ട് ചെയ്യുക പ്ലേയേഴ്സിനും ഫാൻസിനും, ഇതിന്റെ ഒരു മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് അതിന്റെ ഒരു സാധ്യത എന്നുള്ളതും കൂടിയാണ്. എന്റെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് സ്ലോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. പക്ഷെ ഈ ഫാൻസിന്റെ ഇടയിലുള്ള അത് എങ്ങനെ അത് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് അറിയില്ല. ഫാൻസിന്റെ പെർസ്പെക്റ്റീവിൽ ഇപ്പൊ നമ്മളെല്ലാവരും കളി കാണുന്നതിനാണ് ലിവർപൂൾ ജയിക്കണം, കംഫർട്ടബിളി പറ്റുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം എന്താ ഒരു കുറച്ചുകൂടി എന്റർടൈനിങ് ഗെയിം, പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന എന്റർടൈനിങ് ഗെയിം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യത്തെ ഒരു പരിധി വരെ ഓക്കെ, കുറെ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു, ഇൻകൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ചു കാലം എല്ലാവരും ഓക്കെ ഇത് ലെറ്റ് ഇറ്റ് ഗോ, കുറെ ഇഞ്ചുറീസ് ഉണ്ട് എന്ന് പറയാം. റൈറ്റ് നൗ ഇപ്പൊ ഇന്നലത്തെ സ്റ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേൺലി ഗെയിമിൽ ഒരു ഇസാക്കും സലാണ് ഇപ്പൊ മിസ്സിംഗ് ഉള്ളത്. ബാക്കി എല്ലാവരും ഫിറ്റ് ആണ്, മോറോലെസ് എവരിബഡി ഇൻ ദ പ്രൈം, റൈറ്റ്? എന്നിട്ടും നമുക്ക് ഒരു ലോ ബ്ലോക്കിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ദാറ്റ് ടു അറ്റ് ഹോം. ഇപ്പം നമ്മളിപ്പോ പറയാൻ തന്നെ 3 പ്രൊമോട്ടഡ് ടീമിനെതിരെ നമ്മൾ കളിച്ചു, ഒരു കളി പോലും ജയിക്കാൻ പറ്റില്ല ഇതുവരെ. അതിന് നമ്മളെ എന്താ ഹിസ്റ്ററിയിൽ തന്നെ കുറെ കാലങ്ങളായിട്ട് ഇല്ലാത്തൊരു സാധനമാണ്. ഇത്രയും ഒരു ഡൗൺഫോൾ വരുന്ന സമയത്ത് ഫാൻസിന് ഒബ്വിയസ്ലി ദേ ഹാവ് എ റൈറ്റ് ടു ഡു ഇറ്റ്. അപ്പം ഇനി അത് മാറ്റിയെടുക്കുക എന്നുള്ളത് സ്ലോട്ടിന് എത്രത്തോളം പറ്റും എന്നുള്ളത് നോക്കേണ്ടി വരും. പിന്നെ ഒന്ന് ക്ലോപ്പിന്റെ എത്ര ഡൗൺഫോൾ, എത്ര ഒരു ലോവർ സ്റ്റേജ് എന്ന് പറഞ്ഞാലും ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു മാനേജർ വേഴ്സസ് ഫാൻസ് ഉള്ളത്. ഇപ്പം അത് ഉണ്ടോ എന്നുള്ളതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്ലോട്ട് ഒരു മാനേജർ അല്ല, നല്ലൊരു കോച്ച് ആവാം, അതിപ്പോ പ്ലേയേഴ്സും കൂടി സമ്മതിക്കണം. കാരണം ഇന്നലെയും കൂടി ബേൺലി ഗെയിമിലും കൂടി നമ്മൾ കാണുന്നുണ്ടായിരുന്നു, കേട്ടസ് വന്ന് ചോദിക്കുന്നത് ഞാൻ എവിടെ കളിക്കേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ സ്വന്തം തലയിൽ ചിലപ്പോൾ കുറെ ടാക്ടിക്കൽ ബ്രില്യൻസ് ഉണ്ടാവാം, പക്ഷെ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലെയർ ഒക്കെ ആണെങ്കിൽ മനസ്സിലാക്കാം. ഇതിപ്പം എൻറ്റയർ സെറ്റ് ഓഫ് പ്ലേയേഴ്സിന് അതേ ഇഷ്യൂ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ there is something wrong happening. അതെ, ഞാൻ അജ്മലിക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിപ്പോ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ, ഇപ്പോ എങ്ങനെ ഇതിന്ന് പുറത്ത് കടക്കാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോ നമ്മള് കുറച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ ട്രാൻസിഷന്റെ കാര്യവും, അതായത് നമ്മൾ നേരത്തെയുള്ള മാച്ചുകളിലൊക്കെ നമ്മൾ പാസ് ഇങ്ങനെ ഈ ബോക്സിലേക്ക് ഇങ്ങനെയുള്ള പാസുകളോ മൂവ്മെന്റ്സോ ഒന്നും കഴിഞ്ഞ മാച്ചിൽ കണ്ട പോലെ നമ്മൾ കണ്ടിട്ടില്ല. അതൊക്കെ പുറത്ത് ഭയങ്കര പേഷ്യന്റ് ആയിട്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പാസ് ചെയ്ത് എടുക്കുന്ന ഒരു സാധനമായിട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്ന് ഒരു 3-4 കളിയായിട്ട് ഭയങ്കര ഡിഫറൻസ് വന്നു. നമ്മുടെ പെർഫോമൻസ് പതുക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത് അജ്മലിനെ ഒരു ഫീൽ ചെയ്തു അല്ലെ? അജ്മൽ ഇപ്പൊ പറഞ്ഞു നമ്മുടെ പാസിംഗ് ആയാലും മൂവ്മെന്റ് ആയാലും ഒക്കെ വ്യത്യാസം വന്നു. അപ്പൊ പെർഫോമൻസ് നമ്മുടെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. പക്ഷെ റിസൾട്ട് ആണല്ലോ ഒബ്വിയസ്ലി ഇമ്പോർട്ടന്റ്. റിസൾട്ടില് നമുക്ക് അങ്ങനെ പറ്റുന്നുമില്ല. അപ്പോ എങ്ങനെയാ എവിടുന്നാണ് നമ്മൾ ഇവിടേക്ക് പോകുന്നത്? നമ്മളിപ്പോ 4th പ്ലേസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ അത് വേറെ കാരണം കൊണ്ടാണ്, നമ്മുടെ കാരണം കൊണ്ടല്ല.
അപ്പൊ ഈ പെർഫോമൻസും റിസൾട്ടും, ഈ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്ത പോലെ റിസൾട്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഫീൽ ചെയ്യുന്നത്? എന്താണ് അതിലേക്ക് ഒരു പോക്ക്? നമുക്ക് ഓക്കെ. യെസ്, പെർഫോമൻസ് എന്തായാലും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കഴിഞ്ഞ കളിയിൽ. നമ്മൾ കഴിഞ്ഞ കളി നോക്കുകയാണെങ്കിൽ ഡി ബോക്സിന്റെയും 6 യാർഡ് ബോക്സിന്റെ അകത്ത് തന്നെ കുറെ പാസ് ഇട്ട് അത്രയും കോൺഫിഡന്റ് ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ടീമിന്റെ ആ ഒരു വാൻഡൈക്ക് പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരു 60 മിനിറ്റ്സ് വരെ ടീമിന് ആ കമ്പോഷർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശരിക്കും സ്ലോപ്പി ആയിരുന്നു എന്നാ പറഞ്ഞത്. അത് ആ ഗോള് നോക്കുകയാണെങ്കിൽ ശരിക്കും 2-3 പ്ലേയേഴ്സിന് റിയാക്ട് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു. കൊണാറ്റന്റെ ലൈൻ ഓഫ് സൈറ്റിൽ തന്നെയാണ് ആ പാസ് വരുന്നത്. കൊണാറ്റൊക്കെ കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു ഫോർവേഡ് റൺ വരുന്നു. പിന്നെയും പുള്ളിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. അത് പുള്ളിയുടെ ഈ സീസൺ മൊത്തം അങ്ങനെയായിരുന്നു. പുള്ളി ആ ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു മേ ബി ഒരു 70% പോലും പുള്ളിക്ക് ഇടാൻ പറ്റുന്നില്ല ഈ സീസൺ. മെയിൻ ആയിട്ട് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിയെ മാറ്റി പുള്ളിക്കൊരു ബ്രീത്തർ കൊടുക്കാനുള്ള പ്ലേയേഴ്സ് ഇല്ല. ഈ ഫാൻസിന്റെ പ്രശ്നം, ഫാൻസ് ബൂ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ സ്ലോട്ട് പറയുന്നത് അതൊരു ഫ്രസ്ട്രേഷൻ ആണ്, അത് ബൂസ് അല്ല. അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള അധികാരമുണ്ട്, അങ്ങനെയൊക്കെയാണ് സ്ലോട്ട് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഫാൻസിന്റെ ഒരു അടുത്ത കളിയിൽ ഇപ്പം നമ്മൾ നല്ല ഒരു പെർഫോമൻസിൽ ഒരു കളി ജയിക്കുകയാണെങ്കിൽ ഫാൻസ് വിൽ ടേൺ. അല്ലാണ്ട് ഇപ്പം ഇനി കളി ജയിച്ചാലും എന്ത് ചെയ്താലും മാനേജറിനെ ബാക്ക് ചെയ്യാത്ത ഒരു ഫാൻ കൾച്ചർ അല്ല ലിവർപൂളിലുള്ളത്. അപ്പൊ ഇതിന്ന് ഇനിയിപ്പം കയറണമെങ്കിൽ ഇപ്പൊ ഈ ബേൺലി ഗെയിം ആണെങ്കിലും അവർക്ക് ആകെ എനിക്ക് തോന്നുന്നു ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഷോട്ട് ഓൺ ടാർഗറ്റിലാണ് ആ ഒരു ഗോള് വന്നത്. അപ്പം ഇതിന്റെ പോസിറ്റീവ്സ് മാത്രം എടുത്തിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഈ ലെവൽ ഓഫ് പെർഫോമൻസ് നമ്മൾ ഇനിയും കളിക്കുകയാണെങ്കിൽ നമുക്ക് 3 പോയിന്റ്സ് കിട്ടാണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ വൺ ഓഫ് റിസൾട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അത്രയും മെജോറിറ്റി ഓഫ് ദ ഗെയിം നമ്മൾ കൺട്രോൾ ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള റിയാക്ഷൻ, ഗോള് 1-1 കഴിഞ്ഞിട്ടുള്ള റിയാക്ഷനും നല്ലതായിരുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മളെ ലീഗ് ചാലഞ്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ ലീഗ് അടിക്കുന്ന സീസണിലൊക്കെ കാണുന്ന ഒരു തരം റിയാക്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു അർജൻസി ഉണ്ടായിരുന്നു. പ്ലേയേഴ്സ് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ടായിരുന്നു. ചാൻസസ് ഉണ്ടായിരുന്നു. 1-2 ചാൻസസ് ഓൺ അനദർ ഡേ അത് ഗോളാവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇതിന്നിപ്പം ഐ ഡോണ്ട് തിങ്ക് വി ഷുഡ് ഡ്രോ ടു മെനി കൺക്ലൂഷൻസ് ജസ്റ്റ് ഔട്ട് ബിക്കോസ് വി ഹാവ് നോട്ട് ഗോട്ട് ദ 3 പോയിന്റ്സ്. അത്ര എനിക്ക് പറയാനുള്ളൂ. പക്ഷെ നമ്മളിപ്പം പെനാൽറ്റി നിനക്ക് പറയുകയാണെന്നുണ്ടെങ്കിലും യൂഷ്വലി നമ്മൾ പെനാൽറ്റി എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ സല ഉണ്ടായിരുന്നുവെങ്കിൽ എന്നുള്ളത്. ഒരേ ദിവസം തന്നെ സല ഇവിടെ മിസ് ചെയ്ത്, സപ്പോസിലെ മിസ് ചെയ്യാത്ത സപ്പോസിലെ ഇവിടെ മിസ് ചെയ്ത്, സല അവിടെ പോയിട്ട് മിസ് ചെയ്തു. സോ ഇറ്റ്സ് മേജർലി ബാഡ് ലക്ക് എവരിവെയർ. പക്ഷെ എന്നാലും പെർഫോമൻസ് വൈസ് ഇപ്പൊ സല കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഐഡിയലി ഗാക്പോക്ക് പകരമാണ് വരേണ്ടത്. ഗാക്പോയും കൂടി കളിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ ആക്ച്വലി ഗാക്പോക്ക് പകരം സല വരികയാണെന്നുണ്ടെങ്കിൽ വി ആർ ബേസിക്കലി ഹാവിംഗ് ഡബിൾ ദ ത്രെറ്റ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ട് ഓപ്ഷനിലും ഹു ക്യാൻ കം ഇൻ. എക്കിറ്റിക്ക് എന്തായാലും ഉള്ളിലേക്ക് വരുന്നുള്ള ഗ്യാരണ്ടിയാണ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ കെർക്കസിനും മറ്റേ സൈഡിൽ ഫ്രിംപോങ്ങിനും രണ്ടാക്കും വിടുത്ത് കിട്ടും. സോ മൂവിങ് ഫോർവേഡ് ഇത് നല്ലൊരു ഫേസ് ആയിട്ടാണ് വിചാരിക്കുന്നത്. ഇത് വൺ ഓഫ് ഗെയിം, ഈ എൻറ്റയർ പെർഫോമൻസ് തന്നെ വൺ ഓഫ് ഗെയിം ആണോ എന്നുള്ളതിനാണ് ഇപ്പൊ അടുത്ത ചോദ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ആർ ബാക്ക് ടു സ്ക്വയർ വൺ. വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ സ്ലോട്ട് സമ്മർ വരെ ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അല്ല, എനിക്ക് പെർഫോമൻസേ 1 ഓഫ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഇതിന്റെ സൂചനകൾ ഇതിനു മുമ്പുള്ള മാച്ചിലും കുറേശ്ശെ കണ്ടു തുടങ്ങിയിരുന്നത്. കുറച്ചും കൂടി ബെറ്ററായി വരുന്നതാണ്. പ്ലേയേഴ്സ് വീണ്ടും കളിച്ച്
അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. ഈവൻ ബാൺസ്ലിയുടെ അടുത്ത് ഇവര് സബായിട്ട് വന്ന സമയത്തും ഒക്കെ കുറച്ചും കൂടി ആ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ അതൊക്കെ നമ്മുടെ ആ ലക്കിന്റെ പ്രശ്നം, ഈ ബാഡ് ലക്കായിരുന്നു. മറ്റു മാച്ചുകളെ അപേക്ഷിച്ച് ഈ മാച്ച് ഈ പറഞ്ഞ ഉബിൻ പറഞ്ഞ പോലെ ഒരു ബാഡ് ലക്കാണ് നമുക്ക് പറ്റിയത്. അൺലക്കി ആയിരുന്നു. നമുക്ക് ജയിക്കേണ്ട ഒരു മാച്ച് തന്നെയായിരുന്നു. പക്ഷെ ആ പെർഫോമൻസ് അനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് അവിടെ കിട്ടിയില്ല എന്നുള്ളതാണ് അതിൽ വന്നത്. എനിവേ, നമുക്ക് സ്ലോട്ടിന്റെ കാര്യം പറയുമ്പോൾ സ്ലോട്ടിന്റെ കാര്യം എന്താ ഫീൽ ആയിട്ട്, സ്ലോട്ട് ഇപ്പോഴും ആൾക്കാരെ എല്ലാവരും ഈ അലോൺസോ ഫ്രീ ആയിട്ടിരിക്കുന്ന കാരണവും ലൂയിസ് ഹെൻറി കോൺട്രാക്ട് റിന്യൂ ചെയ്യണില്ല എന്ന് പറഞ്ഞപ്പോഴൊക്കെ സ്ലോട്ടിനെ ടാർഗറ്റ്, സ്ലോട്ടിനെ ഇപ്പൊ അങ്ങോട്ട് മാറ്റിയ ഈ പ്രശ്നങ്ങൾ തീരും എന്നുള്ളതായിട്ടാണ് എല്ലാവരും പറയുന്നത്. സ്ലോട്ടാണ് പ്രശ്നം. പക്ഷെ എന്റെ ഞാൻ ഇപ്പൊ ഗ്രൂപ്പിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഈ സ്ലോട്ട് മാത്രമല്ല, എഡ്വേർഡ്സ് ഉണ്ട്, ഹ്യൂഗ്സ് ഉണ്ട്. ഇവര് 3 പേര് കൂട്ടിയിട്ടാണ് ഇതിന്റെ ഒരു ഇതിലേക്ക് പോകുന്നത് പ്ലാനിൽ. അപ്പോ അതൊരു ലോങ് ടേം പ്ലാൻ. അത് അവർ ഓൾറെഡി ഫസ്റ്റ് ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. പ്രീമിയർ ലീഗ് ടൈറ്റിൽ എന്നുള്ളത് നേരത്തെ തന്നെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു അതിന്റെ കാര്യം. അപ്പൊ ഇനി അവർക്ക് ഒരു റിലാക്സ്ഡ് ഒരു സമയമുണ്ട്. ട്രാൻസിഷന് ശരിക്കും ഒരു സമയം കിട്ടിയേക്കാണ് ശരിക്കും. അതിന് ഈ സീസൺ ഓൾറെഡി ട്രാൻസിഷൻ സീസൺ ആയിട്ട് കണക്കാക്കുകയും ഈവൻ FA കപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ലൈനപ്പ് നമ്മൾ ഇറക്കുന്നു. FA കപ്പിൽ ശ്രദ്ധിക്കുക. അതുപോലെ മറ്റേ ചാമ്പ്യൻസ് ലീഗിലും നമ്മൾ ശ്രദ്ധിക്കാനുള്ള സാധ്യത. ലീഗിൽ നമ്മൾ ആ ചാമ്പ്യൻസ് ലീഗ് പ്ലേസ് എത്താനുള്ള രീതിയിലുള്ള പെർഫോമൻസും അവിടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ നോക്കി മറ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനാണ് സാധ്യത. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോ ഞാൻ പറയുന്നത്, എന്റെ അഭിപ്രായത്തിൽ സ്ലോട്ട് കണ്ടിന്യൂ ചെയ്ത് ഈ സീസൺ ഫിനിഷ് ചെയ്യും. മാത്രമല്ല, ഞാനൊരു ഹോട്ട് ടേക്ക് എന്ന് വേണമെങ്കിൽ പറയും. ഞാൻ പറയുകയാണെങ്കിൽ ഈ സീസൺ സ്ട്രോങ് ആയിട്ട് ഫിനിഷ് ചെയ്യും. ഇതിന്നൊക്കെ മാറി നെക്സ്റ്റ് സീസൺ കുറച്ച് നന്നായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത് October 2026 സ്ലോട്ടിന്റെ കോൺട്രാക്ട് FSC എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ഫീച്ചർ. പക്ഷെ ഒരുപാട് ഫ്രണ്ടിലേക്കാണ്. എന്താ സ്ലോട്ടിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വാട്ട് വിൽ ഹാപ്പൻ? ഈ October 2026 എന്ന് പറയുമ്പോൾ ക്ലോപ്പ് സൈൻ ചെയ്തതും ഇല്ലെങ്കിൽ ബ്രണ്ടൻ റോജേഴ്സ് സാക്കായതും അതേ മാസം തന്നെ അല്ലേ? അതുകൊണ്ടാണ് തന്നെ അത് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ October 2026 സ്ലോട്ട് സാക്ക് ആവേണ്ടതാണ്, സൈൻ ചെയ്യേണ്ടതല്ല. ബട്ട് സോ സ്ലോട്ടിനെ സംബന്ധിച്ചോളം ഈ അടുത്തൊരു 3 മാസം എന്തായാലും FSC സാക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് ഡ്യൂറിങ് ദ സീസൺ. എന്ത് പോയാലും ഇപ്പൊ ഇതൊക്കെ തന്നെയല്ലേ, ടോപ്പ് 4 എങ്ങനെയെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്. സോ FSG വിൽ ബി സേഫ്. സമ്മർ വരെ മിക്കവാറും നോക്കുമായിരിക്കും. പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ ആർസണൽ ഗെയിമിൽ നമ്മൾ കുറച്ച് കണ്ടു. ആർസണൽ ഗെയിം നമ്മളെല്ലാവരും വിചാരിച്ചു ആർസണൽ ഈസിലി വിൻ എന്നുള്ള ആ ഒരു ഇതിന്ന് സെക്കൻഡ് ഹാഫ് ആക്ച്വലി വാസ് ഗ്രേറ്റ് നമ്മളെ സംബന്ധിച്ചോളം. അത് കഴിഞ്ഞ് ബാൻസ്ലി ആയാലും ഇപ്പൊ ബേൺലി ആയാലും വി പ്ലേഡ് വെൽ. സോ ആ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു ടോപ്പ് 4 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പോസിറ്റീവ് അപ്രോച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ മേ ബി വിൽ കീപ് സ്ലോട്ട്. അല്ലാന്നുണ്ടെങ്കിൽ സമ്മറിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു ഫുൾ സീസൺ ട്രാൻസിഷനിലേക്ക് സമ്മതിക്കും എന്ന് എനിക്ക്, ഫുൾ സീസൺ ട്രാൻസിഷൻ ആണെന്ന് പറഞ്ഞ് വിട്ടിട്ട് നെക്സ്റ്റ് സീസൺ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിടത്തേക്ക് ചാൻസ് കുറവാണ്. അൺലെസ് ആൻഡ് അൺടിൽ എന്തെങ്കിലും പ്രോഗ്രസ് കാണുന്നുണ്ടെങ്കിൽ വി മേ കീപ് ഇറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ പോകാൻ ചാൻസ് ഉണ്ട്. അതെ, എനിക്കും ആ ഒപ്പീനിയൻ തന്നെയാണ്. സമ്മറിൽ ഈ സീസൺ എൻഡ് വരെ എന്തായാലും വേറെ മാനേജറോ വേറെ ഹെഡ് കോച്ചോ അവരെ ആരും വെച്ച് റീപ്ലേസ് ചെയ്യുന്നില്ല. ടോപ്പ് 4 ഒരു ഹാഫ് ഡീസന്റ് കളിച്ചാൽ തന്നെ ടോപ്പ് 4 കിട്ടേണ്ടതാണ്. ബിക്കോസ് നമ്മുടെ മേലെയും താഴെയുള്ള ടീംസ് ഒക്കെ അത്യാവശ്യം പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. വേറെ ഡൊമസ്റ്റിക്കും ചാമ്പ്യൻസ് ലീഗിലൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല. അത് കിട്ടിയില്ലെങ്കിലും വലിയ വിഷമില്ല. പക്ഷെ സമ്മറിൽ ഇതേപോലെ പെർഫോമൻസ് വിചാരിച്ച പെർഫോമൻസ് ഒന്നും വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ, ഇപ്പൊ തന്നെ ഇതുവരെ സീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ടീമിന്റെ ബിഗ് പ്ലേയേഴ്സ് എല്ലാം ഒരുമാതിരി സ്ലോട്ടിനെ അഗ്രി ചെയ്യാത്ത പോലെയാണ് അവരുടെ പ്രസറിൽ വന്നിട്ടുള്ള കമന്റ്സ് ഒക്കെ. ഇപ്പം മെക്കാലിസ്റ്റർ ആണെങ്കിലും നമുക്ക് ജോൺസിന്റെ ഫ്രസ്ട്രേഷൻ കണ്ടു. അതേപോലെ
സലയുടെ ഇഷ്യൂസ് കണ്ടു. അപ്പം ഇത്രയും ലൈക്ക് കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ ദേവർ ലൈക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു നമ്മളെ ടൈറ്റിൽ റണ്ണിൽ. അപ്പൊ അവർക്കൊന്നും ക്ലിയർ ഐഡിയ ഇല്ല. ദർ ആൾ ഫ്രസ്ട്രേറ്റഡ് ഈ സിറ്റുവേഷനിൽ. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ FSG എനിക്ക് തോന്നുന്നു അലോൺസോ പോലത്തെ ഒരു മാനേജർ എന്തായാലും അറ്റ്ലീസ്റ്റ് ദിൽ ട്രൈ ടു ഗെറ്റ് ഹിം. ബട്ട് ഈ രണ്ട് കളിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷെ നോക്കണം, നമുക്കൊരു 3-4-5 ഗെയിംസിന്റെ സ്ട്രെച്ചിൽ നോക്കാം എങ്ങനെയാണ് പെർഫോമൻസ് ഒക്കെ എങ്ങനെയാന്ന് നോക്കേണ്ടി വരും. അതെ, എനിവേ നമ്മളിപ്പോ PL നമ്മളിപ്പോഴും പ്രീമിയർ ലീഗിൽ ഫോർത്ത് തന്നെയാണ്. എന്തോ അത്ഭുതങ്ങൾ എന്നുള്ള രീതിയിൽ മറ്റ് ഫിക്സ്റ്റേഴ്സ് ബ്രെൻഫോർഡ് നമ്മൾ കണ്ടു, കഴിഞ്ഞതിൽ കയറി വന്ന് ഫിഫ്ത്ത് എത്തിയിട്ട് ഇപ്പോ അവര് തോറ്റു. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ താഴെയുള്ളവരിങ്ങനെ മുകളിലേക്ക് കയറുന്നവരെ പിടിച്ചു വലിച്ച് താഴത്തേക്ക് ഇടുകയും ഒക്കെ ചെയ്ത് നമ്മൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് പുറത്ത് തന്നെ. പിന്നെ മറ്റ് ടീമുകളുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സിറ്റി ആയാലും വില്ല ആയാലും അവര് രണ്ടിലും തോറ്റു. അങ്ങനെ ആഴ്സണൽ ആണെങ്കിൽ ആ ചാൻസ് ഉപയോഗിച്ച് ജയിച്ചില്ല, അവര് ഡ്രോ ആയി. അങ്ങനെ മൊത്തത്തിലൊരു ഈ ഗെയിം വീക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിം വീക്ക്, ആരും പ്രതീക്ഷിക്കാത്ത റിസൾട്ട്സ് ആയിരുന്നു എല്ലായിടത്തും, നമ്മുടെ മാച്ച് ഉൾപ്പെടെ അല്ലേ. ഇതാണ്. മറ്റു മാച്ചുകൾ കണ്ടിരുന്നോ? ഡെർബി കണ്ടിരുന്നു ആദ്യം തന്നെ. സിറ്റി എന്താ പറയാ, ആ ഒരു പിക്ചറിലേ ഇല്ലാത്തൊരു കളിയായി പോയി. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പെർഫോമൻസ് യുണൈറ്റഡിന്റെ അടുത്ത്. സിറ്റിന്റെ ഭാഗത്ത് നിന്ന് കുറെ മിസ്റ്റേക്സ് ഉണ്ട്, ആർക്കും ഒരു കൺട്രോൾ ഇല്ല. ഫസ്റ്റ് ടച്ചും മോശമാണ്, അവര് പാസ് ചെയ്യുന്നതും ഒന്നും ഒരു, പക്ഷെ ഈവൻ എന്താ പറയുക ടാക്ടിക്സിൽ പോലും ഒരു ഐഡിയ ഇല്ലാത്തതാണ്. സെമിന്യോന്റെ ബെസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നതാണ്. ആ സെമിന്യോനെ പിടിച്ച് റൈറ്റ് സൈഡിൽ കൊണ്ടിട്ട് ഡോക്കു സ്റ്റാർട്ടഡ് ഓൺ ദി ലെഫ്റ്റ്, എന്തിനാന്ന് പോലും ആർക്കും അറിയില്ല. വെറുതെ കുറെ ഓടുന്നു, അവസാനം അടുത്തും ബോൾ കളയുന്നു, തിരിച്ചു വരുന്നു. ആ ഒരു പാറ്റേൺ ഉണ്ടായിട്ട് പോലും ഡോക്കുവിനെ അവിടുന്ന് മാറ്റാൻ നിന്നിട്ടില്ല. കെപ്റ്റ് ഓൺ കണ്ടിന്യൂയിങ് പ്ലേയിങ് ഡോക്കു. മൊത്തത്തിൽ എവിടേക്കോ ഒരു പെശകുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരെ സെന്റർ ബാക്ക് പെയറിങ്സ്, ഒന്ന് അക്കാഡമിയാണ്, ലോൺ റീകോൾ ചെയ്തിട്ട് ഇപ്പൊ കഴിഞ്ഞ മുന്നത്തെ ആഴ്ചയാണ് കളിക്കാൻ തുടങ്ങിയത്. ഇവിടെ പെയറിംഗ് ഉള്ളത് കുഷൻ ഓഫ് ആണ്, അതും ഈ സ്റ്റിൽ യങ്, അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ BL-ലേക്ക്. രണ്ട് സെന്റർ ബാക്കും വളരെ യങ് ആണ്. ആ സമയത്ത് അവിടെ അവർക്ക് ലെഫ്റ്റ് ബാക്കിൽ കളിച്ചത് നാത്തൻ ആക്കെ. ഹിസ് എ സീനിയർ സെന്റർ ബാക്ക് ടീമില്. ഇത്രയും കാലം ലെഫ്റ്റ് ബാക്ക് കളിച്ച നിക്കോ റൈലി ബെഞ്ചിലുണ്ട്. ഒരു പ്യോർ ലെഫ്റ്റ് ബാക്കായ റയൻ ഐറ്റ്നൂറി ബെഞ്ചിലുണ്ട്. രണ്ട് ലെഫ്റ്റ് ബാക്ക് കളിക്കുന്ന ഒരാൾ ലെഫ്റ്റ് ബാക്കും ബെഞ്ചിലുണ്ടാകുമ്പോൾ തന്നെ ഒരു സെന്റർ ബാക്കിനെ പിടിച്ച് ലെഫ്റ്റ് ബാക്ക് കളിപ്പിച്ചിട്ട് രണ്ട് ഇൻഎക്സ്പീരിയൻസ് സെന്റർ ബാക്കിനെ കളിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അവിടെ. അങ്ങനെ കുറെ ഡിസിഷൻസ് ഫെൽറ്റ് വെരി സ്ട്രേഞ്ച്. എനിവേ സിറ്റിയുടെ പെർഫോമൻസ് അങ്ങനെ മോശമായിരുന്നില്ല, യുണൈറ്റഡിന്റെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഇവിടെ എന്റെ ഒരു ഫ്രണ്ട് യുണൈറ്റഡ് ഫാനാണ്. അപ്പൊ അവൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടേക്കണുണ്ടോ, അതായത് യുണൈറ്റഡിന്റെ മാച്ച് ജയിച്ചതിൽ മാത്രമല്ല സന്തോഷം, ആ ഫെർഗൂസൻ ആ രണ്ടാമത്തെ ഗോൾ കഴിഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യണ കണ്ടപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു സിറ്റി. ഫെർഗൂസിനെ അങ്ങനെ ചിരിച്ചും സെലിബ്രേറ്റ് ചെയ്തൊക്കെ കണ്ടിട്ട് കാലം കുറേ അതിന്റെ ഒരു സന്തോഷമൊക്കെ പറഞ്ഞു. പിന്നെ മാത്രമല്ല മാച്ചില് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ രീതിയിൽ അവർ കളിച്ചത്. എംബുമോ ലെഫ്റ്റില് പ്രോപ്പർ ആ ഒരു 4-4-2 എന്നുള്ളതിന്റെ അല്ലെങ്കിൽ 4-5-1 എന്നുള്ള രീതിയിൽ റൈറ്റ് സൈഡില് ഡിയാലോ കളിച്ചു, അത് കഴിഞ്ഞ് കുഞ്ഞ അവിടെയാണ് കളിച്ചത്. അങ്ങനെ ആ ഒരു വിങ് പ്ലേ ക്രോസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയാണ് അവര് മാച്ച് കളിച്ചത്. എന്താണ് അജ്മൽ കണ്ടിരുന്നോ മാച്ച്? ഓ, കണ്ടായിരുന്നു. എനിക്ക് അവരെ സെറ്റപ്പ് ഓലയുടെ അണ്ടർ എങ്ങനെയാണോ ടീം ഉണ്ടായിരുന്നത്, ആ ഒരു സെയിം ശൈലിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ബ്രൂണോന് ഒരു ഫ്രീ റോൾ കൊടുത്തിട്ട് തിരിച്ചെത്തിയെന്നാണ് റൂണിയും പറഞ്ഞിരുന്നല്ലോ. യുണൈറ്റഡ് DNA എന്നാണോ അറിയില്ല. ബേസിക്കലി അവര് കൗണ്ടറിൽ അത്യാവശ്യം നല്ല ആൾക്കാരെ കമ്മിറ്റ് ചെയ്തിട്ട് ബ്രൂണോനെ അഴിച്ചു വിട്ടിരിക്കുകയായിരുന്നു. എല്ലാ പൊസിഷനും ഓക്യുപ്പൈ ചെയ്ത് അത് ഭയങ്കരമായിട്ട് കളിയില് ബിക്കോസ് പുള്ളിക്ക് കൗണ്ടറിൽ
ബോൾ കിട്ടി, കുറച്ച് സ്പേസും ഫ്രണ്ടിൽ റണ്ണേഴ്സ് ഉണ്ടെങ്കിൽ പുള്ളി അവരെ പിക്ക് ചെയ്യും. അതില് ലീഗിൽ വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ് പുള്ളി. അപ്പൊ അത് അവർക്ക് കംപ്ലീറ്റ്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി. അത് കൂടാണ്ട് റോഡ്രി അത്യാവശ്യം പുള്ളിയുടെ ആ റെഗുലർ സ്റ്റാൻഡേർഡ് ആക്ച്വലി കഴിഞ്ഞ കളിയിൽ കണ്ടില്ല. 1-2 സിറ്റുവേഷനിലൊക്കെ പുള്ളിയുടെ ബോള് പോകുന്ന കണ്ടു. പുള്ളിന്റെ മേലെ ആക്ച്വലി 2 പേര് പ്രോപ്പർ ആയിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഹാലൻഡ് കംപ്ലീറ്റ്ലി ഒരു വാസ് നോട്ട്, പഴയ ഹാലൻഡ്. പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കളിയിൽ. ഹാലൻഡ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പുള്ളിക്ക്. മഗ്വയറിന് ഒരു ഫിസിക്കൽ ടസലിലൊക്കെ മഗ്വയർ തള്ളിയിടുന്നൊക്കെ കണ്ടായിരുന്നു. സോ പുള്ളിക്ക് ഹാലൻഡ് കുഡിൻ ഡു എനിത്തിങ്. അതേപോലെ ഫോഡൻ ഭയങ്കര മോശമായിരുന്നു. പുള്ളി ഹി വാസ് നോട്ട് ഒരു ചാൻസ് ക്രിയേഷൻ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അത് മാത്രല്ല ആൻഡ് ലക്കിലി ഈ സ്കോർ 3-0 എന്നുള്ളത് കുഡ് ഹാവ് ബീൻ ഈസിലി വേഴ്സ്. ഡോണറുമയുടെ ഒരു 1-2 സേവും പിന്നെ 2 ക്ലോസ് ഓഫ് സൈഡ് കോൾസ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ കളി ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. അതെ, അല്ല അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഫോർഡിന് ചെയ്യാൻ പറ്റിയില്ല, ഹാലൻഡിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോ സിറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആഴ്സണൽ എപ്പോഴും ടോപ്പില് നല്ല ലീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ സിറ്റി ആയിരുന്നു അത് ചലഞ്ച് ചെയ്യുന്ന നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ സിറ്റിക്ക് ആ രീതിയിലേക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ മാച്ചുകളായിട്ട് 2 കളി ഡ്രോ, അത് കഴിഞ്ഞ് 1 കളി തോറ്റു, അങ്ങനെ നിൽക്കുകയാണ് സിറ്റി. അപ്പോ ആഴ്സണലിലാണെങ്കിൽ ഈ ചാൻസില് അവർക്ക് അങ്ങനെ ഓൾറെഡി ലീഡ് ഉണ്ട്, അവർക്ക് ജസ്റ്റ് ജയിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി സേഫ് ആക്കായിരുന്നു. പക്ഷെ ആഴ്സണൽ ആ ചാൻസ് മിസ് ചെയ്തു അല്ലെ? ആ മാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ആഴ്സണലിന്റെ. നോട്ടിംഗം ആക്ച്വലി നല്ലോണം കളിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ചതിലും നല്ല രീതിയിൽ തന്നെ അവർ കളിച്ചിരുന്നു. അസലിൽ കുറച്ച് ചാൻസ് ഉണ്ടായിരുന്നു, ബട്ട് നോട്ടിംഗാമിനും അതുപോലെ തന്നെ കൗണ്ടർ ചെയ്യാനുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. രണ്ടുപേരും ഭയങ്കര വേസ്റ്റ്ഫുൾ ആയിരുന്നു ഇൻ ടേംസ് ഓഫ് കൺവേർഷൻ. പക്ഷെ ഒരു മൊത്തത്തിലൊരു എന്താ പറയാ ലീഗിന്റെ ഒരു പ്രവണതയായിട്ട് മാറുന്നുണ്ട്. കുറെ ചാൻസ് ഉണ്ടാക്കുന്നു, പക്ഷെ ആരും ഒന്നും കൺവേർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. ആ ഒരു പാറ്റേൺ ഇവര് നല്ലോണം ഫോളോ ചെയ്യും. 2 ടീമും ഇന്നലെ നല്ലോണം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആര് കിട്ടിയാലും ഞങ്ങൾ ഗോൾ അടിക്കൂല. ഇങ്ങനെ ഒരു പൊതുവെ ഇങ്ങനെ ആർസണലിന്റെ നമ്മുടെ കളിയൊക്കെ കാണുമ്പം അവര് ഡിഫൻസ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അവർ ഇത് പൊതുവെ പറയുന്നത് തന്നെയാണ്. അതായത് സെറ്റ് പീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പക്ഷെ കളി അവര് 7 കളിയിലാങ്ങാണ്ടാണ് പോയിന്റ്സ് ഡ്രോപ്ഡ്. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ അതില് മിക്ക കളികളിലും അവർക്ക് സെറ്റ് പീസ് വഴി ഗോൾ ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മുടെ എതിരെ ആണെങ്കിലും നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ ആണെങ്കിലും നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ അവർക്ക് ചാൻസ് കിട്ടി. പക്ഷെ അത്യാവശ്യമൊക്കെ കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അവരെ ഒന്ന് ഹോണ്ട് ചെയ്യും. ബിക്കോസ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അവർക്ക് ഈ ലീഡ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് എന്തായാലും വിൽ ആഡ് പ്രഷർ. ഈ സിറ്റുവേഷനിൽ സിറ്റിക്ക് പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടോ? ദേ വിൽ നോട്ട് ഫീൽ ദ പ്രഷർ. പക്ഷെ ആർസണലിന് ആ ഒരു ചാൻസ് മുതലാക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു പ്രഷർ എന്തായാലും ഉണ്ടാവും. അത് പ്ലേയേഴ്സിനെ ഫുൾ ടൈമിലൊക്കെ നമ്മൾ അവരുടെ റിയാക്ഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. സിമിലർലി ആർസണൽ ഫാൻസിന്റെ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ സെയിം റിയാക്ഷൻസ് ആണ് കാണാൻ പറ്റുക. ഇനി ആർസണലിനെ പോലെ തന്നെ വില്ലൻ ടോപ്പ് 3 നിൽക്കുകയാണ്. വില്ലയ്ക്കും ആ ഒരു ചാൻസ് ഉണ്ടായിരുന്നു കുറച്ചുകൂടി. അവര് നല്ല ഫോമിലായിരുന്നു, പക്ഷെ അവര് ഒട്ടും പ്രതീക്ഷിച്ചില്ല അവര് തോക്കുന്നുള്ള പ്രതീക്ഷിച്ചില്ല. അവർക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു, കുറച്ചും കൂടി അടുത്തേക്ക് എത്തായിരുന്നു ആർസണലിന്റെ. അതും ഒരു ഓപ്പൺ ഗെയിം ആയിരുന്നു ആക്ച്വലി. എവർട്ടന് ഗോൾ അടിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ബ്രയന്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു, ഓഫ് സൈഡ് ഗോള്. അതുപോലെ തന്നെ വില്ല ഗസാൻഡ് പോസ്റ്റിലേക്ക് അടിച്ചു. അത് കഴിഞ്ഞപ്പോ ബാരിയുടെ കൺവേർഷൻ, അത് മാർട്ടിനസ് ആക്ച്വലി സേവ് ചെയ്യേണ്ട ഒരു സാധനം. ലോങ് റേഞ്ച് ഷോട്ട്, വലിയ പവർ ഉണ്ടായിരുന്നില്ല. കൈമന്ന് അത് സേവ് ആയിട്ട് തോന്നിയിട്ടില്ല, അത് പഞ്ച് ചെയ്തതാണെന്ന് തോന്നുന്നില്ല. കൈമന്ന് മിസ്സായ തെറ്റാണ്.
അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇറ്റ് വാസ് എന്റർടൈനിങ് ഗെയിം ഫോർ എ ന്യൂട്രൽ പെർസ്പെക്റ്റീവ്. അവർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ചാൻസ് ഉണ്ടാക്കുന്നു, എന്നിട്ട് അവസാനം ഒരു ഗോൾ വന്നു, ആ ഗോളിൽ കഴുകാൻ കുറെ ചാൻസ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഈ എൻറ്റയർ ഹോൾ വീക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ പല കളികളിലും കുറെ ചാൻസ് എല്ലാവരും ക്രിയേറ്റ് ചെയ്തിരുന്നു, പക്ഷെ ആരും ഒന്നും കൺവേർട്ട് ചെയ്യുന്നില്ല. ആ ഒരു പാറ്റേണിൽ തന്നെ പോയ വേറൊരു കളി. അതെ അതെ. പിന്നെ ഈ ഗെയിമിൽ വേറെ ഇത് തോന്നിയത് വുൾസിന്റെ ആണ്. വുൾസ് നമ്മൾ പ്രതീക്ഷിച്ച ആ ഫസ്റ്റ് ഹാഫ് സീസണിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് ഒരുപാട് വൈകിപ്പോയി. എന്നാലും അവരിപ്പോ ഒരു സ്ട്രോങ് ഒരു നമ്മുടെ മാച്ച് മുതലേ സ്റ്റാർട്ട് ചെയ്തല്ലേ അവർ ഈ ഒരു പാറ്റേണിലേക്ക്, ഈ ഒരു ഫോമിലേക്ക്. അവരിപ്പോ നല്ല സീസൺ തുടങ്ങുന്നത്. ഇനിയിപ്പോ അടുത്ത മാച്ച് സിറ്റി ആയിട്ടാണ് കൂടിയാ അല്ലെ? സിറ്റിക്ക് വീണ്ടും അങ്ങനെ ഒരു ടീമിനെ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ. എനിവേ നമുക്ക് PL സംഭവങ്ങൾ നോക്കുമ്പോ എനിക്ക് ഫീൽ ചെയ്തപ്പോ ഒരു കാര്യം, ഇപ്പൊ മറ്റേ അജ്മല് സെറ്റ് പീസിന്റെ കാര്യം പറഞ്ഞല്ലോ. മൊത്തത്തില് പ്രീമിയർ ലീഗിന്റെ സെറ്റ് പീസുകളെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തു. അതിന്റെ സ്റ്റൈൽ എല്ലാ ടീമുകളും സെറ്റ് പീസുകളിലേക്ക് വരുന്നു, അതിന് ഫോക്കസ് ചെയ്യുന്നു. ഈവൻ സ്ലോട്ട് തന്നെ എത്രയോ പ്രസ് മീറ്റ്സിൽ പറഞ്ഞു സെറ്റ് പീസിന്റെ ഇമ്പോർട്ടൻസ് ഇതൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ വുൾസിന്റെ കാര്യം പറഞ്ഞു. വുൾസ് സ്ട്രോങ് ആയി തുടങ്ങി എന്ന് പറഞ്ഞപ്പോ ഒരു ഇതില് നമുക്ക് പ്രീമിയർ ലീഗ് കുറെ കൂടി കോമ്പറ്റീറ്റീവ് ആയതാണോ അതോ അതിന്റെ മൊത്തത്തിലുള്ള നിലവാരം താഴേക്ക് പോയതാണോ? കാരണം ഏത് ടീമിനും ആരെയും വേണമെങ്കിലും ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ വന്നു. അത് നമ്മളെ അത് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല, നമ്മളെ മാറ്റി നിർത്തിയിട്ട് ഞാൻ പൊതുവെ ചോദിക്കുകയാണ്, പ്രീമിയർ ലീഗിന്റെ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തതാണോ അതോ ക്വാളിറ്റി ഡിപ്പ് ചെയ്തതാണോ? എന്താണ് സംഭവിച്ചതെന്ന് ഫീൽ? കാണുമ്പോ ക്വാളിറ്റി ഡിപ്പ് ചെയ്തൊരു ഫീൽ ഉണ്ട്. പക്ഷെ ഇതില് ഒരു മാറ്റർ ഫാക്ടർ നമ്മൾ സെറ്റ് പീസ് എന്ന് പറഞ്ഞിരുന്നല്ലോ. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ കുറെ കളിയിൽ നമ്മൾ സെറ്റ് പീസ് കാണുമായിരുന്നു. ലോങ് ത്രോയിലൂടെ ഗോൾ വരുന്നു, കോർണേഴ്സിൽ ഗോൾ വരുന്നുണ്ട്, ഫ്രീ കിക്ക് എന്നല്ല, പക്ഷെ ഫ്രീ കിക്ക് എടുത്തിട്ട് ആ സെറ്റ് പീസ് റുട്ടീനിൽ വരുന്നുണ്ട്. കഴിഞ്ഞൊരു 3-4 ഗെയിം വീക്ക് നോക്കുകയാണെങ്കിൽ അത് കുറവാണ്. ഇപ്പം ആർസണലിന്റെ കേസിലേക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 കളിയിലും അവർക്ക് സെറ്റ് പീസിൽ ഫസ്റ്റ് ഗോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഫസ്റ്റ് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അതോടെ അവർ ഡ്രോ ആകാൻ തുടങ്ങി. അതുപോലെ തന്നെ സണ്ടർലാൻഡും ഒന്ന് ഡൗൺ ആയി തുടങ്ങി. അവർ ആഫ്കോണിലേക്ക് പോകുമ്പോൾ പല കളികളും ഡ്രോപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അന്ന് ഡ്രോപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് അവർ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങുന്നുള്ളത്. അപ്പം ഈ സെറ്റ് പീസ് നള്ളിഫൈ ചെയ്യാൻ തുടങ്ങി ടീംസ്. അപ്പം അവിടെ എല്ലാവരും പിന്നെ ഇനി എന്ത് എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് ഈ കഴിഞ്ഞ 2-3 ഗെയിം വീക്കിൽ പല കളികളും അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്ക് വരുന്നത്. കാരണം അവരെ ഹോൾ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ നല്ലവണ്ണം കളിച്ച എല്ലാവരുടെയും ഒരു മെയിൻ ടാക്ടിക് നമ്മൾ ഒഴികെ, നമ്മൾ എന്തായാലും നല്ല കളിച്ചിട്ടില്ലല്ലോ, ബട്ട് ബാക്കിയുള്ളവരെ നോക്കുമ്പോഴാണെങ്കിൽ ഈ സെറ്റ് പീസ് ഗോൾ ഒരു ബിഗ് കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഇപ്പൊ അതില്ല. ഒരു കാര്യം കൂടി പറയാം. അതിപ്പോ സെറ്റ് പീസിന്റെ കാര്യം നമ്മൾ ഒന്ന് പറഞ്ഞു, സെറ്റ് പീസിന്റെ പ്രശ്നങ്ങളൊന്നും ഇതിനെ കുറിച്ച്. സെറ്റ് പീസ് മാത്രമല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുക, ഒരു പ്ലേയിങ് സ്റ്റൈല് തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുക. ഉദാഹരണത്തിന് ഇപ്പോ നമ്മളറിയാം പ്രസ്സിങ് ഇതിനു മുമ്പ് ക്ലോപ്പിന്റെ ഒക്കെ സമയത്ത് പ്രസ്സിങ് ഫുട്ബോളിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. പ്രസ്സിങ് എല്ലാവരും അത് മാച്ച് ചെയ്യാൻ ശ്രമിക്കുക, ആ സ്റ്റൈല് കളിക്കാൻ ശ്രമിക്കുക. ബോൺമൗത്ത് അങ്ങനെയാണ് വന്നത്. ബോൺമൗത്ത് പ്രസ്സിങ് ഒരു സ്റ്റൈലൊക്കെ ആയിട്ട് ഭയങ്കര ഇല്ല. പക്ഷെ ഇപ്പൊ ബോൺമൗത്തിന്റെ സീസൺ നോക്കി അവർ ആ പ്രസ്സിങ് ഇതൊന്നും വർക്ക്ഔട്ട് ആവണില്ല. അവരും ഈ ഒരു ലോ ബ്ലോക്കുള്ള ടീമുകളെ കാണുന്ന അവസ്ഥ. ഓബിനെന്തോ അവിടെ സെറ്റ് പീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ശരിയാക്കി സെറ്റ് പീസിന്റെ കാര്യം പറഞ്ഞു. എനിവേ ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രസ്സിങ്ങിന്റെ ഒക്കെ സ്റ്റൈല് വ്യത്യാസമുണ്ട്. പല ടീമുകളും മിഡ് ബ്ലോക്കും ലോ ബ്ലോക്കും ഒക്കെ കളിക്കാനുള്ള ടീമായിട്ട് ആദ്യം സെറ്റ് പീസിലേക്ക് വരിക. അപ്പോ മാത്രമല്ല അത് മറ്റ് ടോപ്പ് ടീംസിനെ പൊസിഷൻ വെച്ച് കളിക്കുന്ന ടീംസിനെ ഒക്കെ അത് അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് ഫീൽ ചെയ്യാം. അപ്പോ ഇപ്പോ നമ്മൾ കഴിഞ്ഞ ഒരു സ്റ്റാറ്റ് ഇപ്പൊ നമ്മളിപ്പോ ഗ്രൂപ്പില് നമ്മൾ കണ്ടതാ ഒരു സ്റ്റാറ്റ്. അതായത് കഴിഞ്ഞ 4 ഗെയിം വീക്കില് ടോപ്പ് 6 ടീമുകള് ആകെ 5 കളിയെ അവര് ജയിച്ചിട്ടുള്ളൂ. ടോട്ടൽ ടോപ്പ് 6 നോക്കിക്കഴിഞ്ഞാൽ 5 കളിയെ അവര് ജയിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ ടോപ്പിലുള്ള ടീംസ് ഒക്കെ മിക്കവാറും ഈ പൊസിഷൻ ബേസ് ചെയ്ത് കളിക്കുന്ന ടീമുകൾ ആണ്. പക്ഷെ അവരെ ഈ ചെറിയ ടീമുകൾ എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ടീമുകൾ അവരെ
ഈ പറഞ്ഞ ലോ ബ്ലോക്ക് കളിച്ചിട്ടായാലും സെറ്റ് പീസിന്റെ അത് ഒക്കെ യൂസ് ചെയ്തിട്ടായാലും പ്രസ്സിങ്ങിനെ കുറെ കൂടി ടെക്നിക്കൽ പ്ലേയേഴ്സ് വന്ന് പ്രസ്സിനെ സുഖമായിട്ട്, ഇത് നമ്മൾ സീസൺ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞതാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രസ്സിംഗ് ടീമുകളുടെ ആ പ്രസ്സിങ്ങിനെ കവർ ചെയ്യുന്ന രീതിയിൽ ടെക്നിക്കൽ പ്ലേയേഴ്സ്, നല്ല പ്ലേയേഴ്സ് വന്ന് അതിനെയൊക്കെ ബീറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പൊ അതൊന്നും വർക്കൗട്ട് ആവാതെ ഇങ്ങനെ പല രീതിയിൽ പ്രീമിയർ ലീഗിന്റെ ഒരു സ്വഭാവം തന്നെ പതുക്കെ മാറി. അപ്പൊ അത് ടീംസിനെ സ്ട്രോങ് ആക്കുകയാണോ അതോ അല്ലെങ്കിൽ ലീഗിനെ സ്ട്രോങ് ആക്കിയതിന്റെ സൂചനയാണോ അതോ ക്വാളിറ്റി ഡിപ്പായതിന്റെ സൂചനയാണോ അതോ ഇതൊന്നും അല്ലേ? ഇതാണ് അജ്മലിന്റെ. ഓക്കെ, ഞാൻ കഴിഞ്ഞ ഈ വീക്ക് കഴിഞ്ഞപ്പോ ഒരു സ്റ്റാറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ 22 ഗെയിം വീക്ക് കഴിഞ്ഞതിന്റെ ശേഷം ഈ സീസണില് 17 ഗോൾലെസ് ഡ്രോസ് ആണ് ഈ സീസണിൽ ഇപ്പൊ തന്നെ വന്നിട്ടുള്ളത്. ഓക്കെ, അത് സീസൺ ആവറേജ് നോക്കുമ്പോൾ ഇറ്റ് ഇസ് 18 to 23. ഇനിയും നമുക്ക് 16 ഗെയിം വീക്ക് ഇനിയും കിടക്കാൻ ബാക്കിയുണ്ട്. അപ്പം ഇതില് എന്താന്ന് വെച്ചാൽ ക്വാളിറ്റി, നമ്മള് വ്യൂവർഷിപ്പ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ടോപ്പ് 2 ടീംസ് കളിക്കുമ്പോൾ എത്രമാത്രം എക്സൈറ്റഡ് ആണ് ആക്ച്വലി ഫാൻസ്? ഐ ഡോണ്ട് തിങ്ക് പണ്ട് നമ്മൊരു 3-4 ഇയേഴ്സ് ബാക്കിലുള്ള ഒരു ലിവർപൂൾ സിറ്റി അല്ലെങ്കിൽ ലിവർപൂൾ ചെൽസി ഗെയിം അതിനത്രയും വ്യൂവർഷിപ്പ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് എന്ന് ഐ ഡോണ്ട് തിങ്ക് സോ. ആ കളിയുടെ ക്വാളിറ്റിയും ആ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ വി ഹാവ് ഡെഫിനറ്റ്ലി ഗോൺ ഡൗൺ. അപ്പൊ എല്ലാ ടീംസിനും ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ലൈക്ക് ഏത് നല്ല ടീം വന്നാലും നമ്മുടെ സെറ്റ് പീസ് റൊട്ടീൻസ് സ്ട്രോങ് ഇനഫ് ആണെങ്കിൽ എപ്പോ വേണമെങ്കിലും ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. അത് ടോപ്പ് 4 ടീംസിൽ ഒരു ടോപ്പ് 7 ടീംസ് നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ആർസണൽ ഒബ്വിയസ്ലി എന്തായാലും അവര് ഭയങ്കര സ്ട്രോങ് ആണ് സെറ്റ് പീസിൽ. ചെൽസി, യുണൈറ്റഡ് ആർ ഓൾസോ സ്ട്രോങ്. അത് ഗോളായിട്ട് നമ്മൾ കാണാത്തോണ്ടാണ്. പക്ഷെ അവരെ കളി കാണുകയാണെങ്കിൽ അവർക്ക് ഞാൻ എസ്പെഷ്യലി നമ്മൾ ലിവർപൂളിന്റെ കളി വെച്ച് നോക്കുമ്പോൾ ലിവർപൂളിന്റെ സെറ്റ് പീസസിൽ എത്ര ചാൻസസ് വരുന്നതും നമ്മൾ ചെൽസി, യുണൈറ്റഡ് പോലത്തെ ടീംസിൽ അവർ എത്രമാത്രം ചെയ്യുന്നുണ്ട് നല്ല ഡിഫറൻസ് കാണുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ അതേപോലെ ലൈക്ക് ബ്രെൻഫോർഡ് പോലത്തെ ടീംസ് അവര് മുമ്പ് പറഞ്ഞ തന്നെ സെറ്റ് പീസ് കോച്ചിനെ തന്നെ മാനേജർ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഐ ഫീൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നാണ്. കളി കാണാനും ആ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ എന്തായാലും ലീഗിലില്ല. പക്ഷെ ഇതില് ഒരു കാര്യം കൂടിയുണ്ട് ആക്ച്വലി. ഒന്ന്, എല്ലാവരും ഒരു കൺസർവേറ്റീവ് ഫസ്റ്റ് അപ്രോച്ചിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് മിനിറ്റ് ഗോൾസ് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ്, നമ്മളിപ്പം പണ്ട് തന്നെ നമ്മുടെ ക്ലോപ്പ് എറയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ആർസണൽ കളി ഒക്കെ വരുമ്പോൾ 20 മിനിറ്റിൽ 4 ഗോൾ അടിക്കുക, പിന്നെ അല്ലെങ്കിൽ 30 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു 3 ഗോൾ അടിക്കുക, അങ്ങനത്തെ കുറെ സീസൺ ഉണ്ടായിരുന്നു. അപ്പൊ ലിവർപൂൾ ബേസിൽ നിന്നല്ല, മൊത്തത്തിൽ എൻറ്റയർ ലീഗ് ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറവാണ് ഇപ്പം. ഓക്കെ, നമ്മളൊന്ന് 2 ടീമും കുറച്ചൊന്ന് ബാക്കിൽ ഇരുന്നിട്ട് എന്താണ് അവരുടെ പ്ലാൻ, എന്താണ് നമുക്ക് നോക്കാം, നമ്മളെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ആ ഒരു കൺസർവേറ്റീവ് അപ്രോച്ച് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. അവർ 15-20 മിനിറ്റോളം 2 ടീമും അവിടെ ഒന്നും ചെയ്യാണ്ട് നിൽക്കുന്ന ഒരു ഫീല്. അതിന്റെ ഒരു വേറെ റീസൺ എന്ന് വെച്ചാൽ ചിലപ്പം വേൾഡ് കപ്പ് ഇയർ ആണല്ലോ. അതുമല്ല മറ്റേ ഫിഫ വേൾഡ് കപ്പ് കളിച്ചവർക്കും സിറ്റി, ചെൽസിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഫെറ്റീഗ് ഇഷ്യൂ വരാനുണ്ട്. അപ്പൊ അവർക്ക് സ്റ്റാർട്ട് സ്ലോ എന്നുള്ളതും, ബാക്കിയുള്ള പ്ലേയേഴ്സിന് ഓക്കെ വേൾഡ് കപ്പ് ഇയർ ആണ്, അധികം റിസ്ക് എടുക്കണ്ട എന്നുള്ള ഫീലും ഉണ്ടാവാം. അപ്പം എല്ലാത്തിന്റെയും കൂടെ ഒരു ടോട്ടാലിറ്റിയിലുള്ള ഇഷ്യൂ ആയിരിക്കാം നമ്മളിപ്പോ ഈ കാണുന്ന ഒരു ക്വാളിറ്റി ഡിപ്പ്. എനിക്ക് ഒരു കാര്യം കൂടി അതിൽ ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ ഇതിനു മുമ്പുള്ള സീസൺസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പ്രൊമോട്ടഡ് ആയിട്ട് വന്നിട്ടുള്ള ടീമുകളൊക്കെ എപ്പോഴും സ്ട്രഗിൾ ചെയ്ത് ബോട്ടം ഇതിൽ തന്നെ നിൽക്കുന്നത് കാണാറ്. പക്ഷെ ഇത്തവണ അവർ വന്ന വഴി സണ്ടർലാൻഡ് നന്നായിട്ട് പെർഫോം ചെയ്ത് കയറി പോകുന്നു നമ്മൾ കണ്ടു. അതുപോലെ ലീഡ്സ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ ഈ ക്വാളിറ്റി മൊത്തത്തില് ഡിപ്പായതുകൊണ്ട് ഇവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതാവാം ഒന്ന്.
അല്ലെങ്കിൽ ഇവര് ഈ ഒരു സ്റ്റൈല് മാറുന്നത് നേരത്തെ മനസ്സിലാക്കി. ഇപ്പൊ സണ്ടർലാൻഡിന്റെ റിക്രൂട്ട്മെന്റ് അങ്ങനെയായിരുന്നു, സെറ്റ് പീസ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ടും നോ ബ്ലോക്ക് ഇതൊക്കെ ഫോക്കസ് ചെയ്തിട്ട്. അതുപോലെ ലീഡ്സിന്റെ റിക്രൂട്ട്മെന്റ് ഇതിനു മുമ്പ് അവർ വന്ന മിസ്റ്റേക്ക് അവർ കറക്റ്റ് ചെയ്തിട്ട് അവർ കുറച്ചും കൂടി ഫിസിക്കൽ ആയിട്ടുള്ള പ്ലേയേഴ്സിനെയും അങ്ങനെയുള്ളവരെ വെച്ചിട്ടൊക്കെയാണ് അവർ ഇത്തവണ റിക്രൂട്ട്മെന്റ് നടത്തിയത്. അപ്പൊ അവരും അതുകൊണ്ടായിരിക്കാം. അപ്പൊ മൊത്തത്തില് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ഇത് ക്വാളിറ്റി ഡിപ്പ് ചെയ്തതാണോ അതോ എന്തായാലും അതിന്റെ ഗുണം ഡിപ്പ് ചെയ്തതായാലും ഇമ്പ്രൂവ് ചെയ്തതായാലും എന്തായാലും അതിന്റെ ഗുണം കിട്ടിയത് ആഴ്സണലിനാണ്. ആഴ്സണലിൽ ഇപ്പൊ നല്ല ലീഡില് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കിനി ഈ പ്രീമിയർ ലീഗിൽ നമുക്ക് ഇപ്പൊ ലിവർപൂളിന് യാതൊരു ചാൻസും ഇല്ല എന്റെ ആയിരിക്കും. ഇപ്പൊ നമുക്ക് അടുത്ത കോമ്പറ്റീഷനിലാണ് നമ്മുടെ അടുത്ത മാച്ച് വരുന്നത്. നമുക്ക് അതിന്റെ ചാമ്പ്യൻസ് ലീഗില് നമ്മുടെ മാച്ചിന്റെ ഇതിലേക്ക് പോകാൻ പോകുന്നത്. ഇപ്പോ ചാമ്പ്യൻസ് ലീഗില് നമ്മള് ഇതുവരെ അതെ ഇതുവരെ നമ്മൾ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്ന അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ നിൽക്കുന്നത്. അതിലൊരു ഇമ്പോർട്ടന്റ് മാച്ചാണ് നെക്സ്റ്റ് വരുന്നത്. മാർസേ എവേ മാച്ചാണ്. അപ്പോ അതില് മാർസേ നമുക്കറിയാം, നമ്മള് ഇതിനു മുമ്പ് വരുവാണ് നമ്മൾ പറഞ്ഞിരുന്നു മറ്റേ ഫ്രഞ്ച് ലീഗില് നല്ല മത്സരം നടക്കുന്ന ലീഗാണ്. അതൊക്കെ കുറച്ച് പിക്ചർ വ്യത്യാസം വന്നു. ഇപ്പോഴും ലെൻസ് തന്നെയാണ് അവിടെ ലീഡ് ചെയ്യണത്. ടോപ്പിൽ നിൽക്കുന്ന ലെൻസാണ്. PSG സെക്കൻഡ്. അവര് തമ്മില് ചെറിയ വ്യത്യാസമില്ല, 1 പോയിന്റിന്റെ ഡിഫറൻസ് ഉള്ളൂ. അതിൽ കുറച്ച് താഴെ മാർസേ നിൽക്കുക തേർഡിലാണ് അവര് ഇപ്പോ ടേബിളിൽ ഉള്ളത്. അവര് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അവരുടെ നമ്മുടെ പഴയ ബ്രൈറ്റന്റെ മാനേജറാണ് അവരുടെ മാനേജർ ഹോസ്റ്റല്. അയാള് നന്നായിട്ട് അവിടെ അതേ പാറ്റേൺ തന്നെ അവിടെ കളിക്കുന്നത്. മാത്രമല്ല അവര് നല്ല പ്ലേയേഴ്സും ഉണ്ട് അവർക്ക്. നമുക്കറിയാം ഗ്രീൻവുഡ് ആണ് അവരുടെ ഒരു കീ പ്ലെയർ. പിന്നെ ഓബ, പ്രീമിയർ ലീഗ് എക്സ്പീരിയൻഷ്യൽ പ്ലേയേഴ്സ് അവർക്ക്. അതെ, ഓബ ഉണ്ട്. പിന്നെ ഏഞ്ചൽ ഗോമസ് അവരുടെ മിഡ്ഫീൽഡില് നല്ല പ്ലെയർ ആണ്. അതുപോലെ ഗോൾ കീപ്പർ, നല്ല ഗോൾ കീപ്പർ ഉണ്ട്. അവര് മൊത്തത്തിൽ നല്ല റോബർട്ട് ഡിസബ്രിയുടെ ആ ഒരു സ്റ്റൈലിന് പറ്റിയ പ്ലേയേഴ്സ് ഒക്കെ അവർക്ക് ഉണ്ട്. ആ രീതിയിലാണ് കളിക്കുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനൊരു ഇപ്പൊ നമ്മള് കുറച്ച് കളിയായിട്ട് ലോ ബ്ലോക്ക് ടീംസിന്റെ അടുത്തും ഒക്കെ കളിച്ച് നമുക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ ബേസ്ഡ് അല്ലെങ്കിൽ അങ്ങനെ കളിക്കുന്ന ഒരു ടീമിന്റെ അടുത്ത് മാച്ച് വരുന്നത് നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും എനിക്ക് ഫീൽ ചെയ്യാണ്. നമുക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ ഈ മാച്ചിനുള്ള അപ്രോച്ച്, എങ്ങനെയായിരിക്കും നമ്മുടെ ലൈനപ്പ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നാണ് ഫീൽ ചെയ്യണത്. ലൈനപ്പിൽ ആക്ച്വലി മാറ്റം വരാനൊന്നുമില്ല, കാരണം വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. സ്റ്റിൽ സല തിരിച്ച് വരാനുള്ള ചാൻസ് ആയിട്ടില്ല തോന്നുന്നു. സല എത്തിയിട്ടുണ്ടാവും, പക്ഷെ കളിപ്പിക്കോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ടില്ല എന്തായാലും. സോ പ്രോബബ്ലി ബെഞ്ചിൽ ഉണ്ടാവുമായിരിക്കാം. സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. വിച്ച് മീൻസ് കഴിഞ്ഞ ലൈനപ്പ് ഇറ്റ് ഷുഡ് ബി ദ എക്സാക്ട് സെയിം തിങ്. മേ ബി റോബർട്ട്സൺ ഇൻസ്റ്റെഡ് ഓഫ് കെർക്കസ് ഓപ്ഷൻ ഉള്ളത് കൊണ്ട്. പക്ഷെ ബാക്കിയുള്ളവര് ഇറ്റ് ഷുഡ് ബി ദ സെയിം ലൈനപ്പ്. ഇതില് ചിലപ്പോ മക്കാലിസ്റ്ററിനെ നമ്മള് ടീമിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യായിരിക്കും ജോൺസിന്റെ പകരം. മേ ബി വേറെ ആരും ഗ്രാവൻബർക്കിനെ പുള്ളി അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. വല്ല ഇഞ്ചുറി ഒക്കെ ആണെങ്കിൽ മാത്രമേ പുള്ളിനെ ഡ്രോപ്പ് ചെയ്യാറുള്ളൂ. അപ്പം മക്കാലിസ്റ്റർ, സോബോസ്ലൈ, വേർഡ്സ്, എക്കിറ്റിക്കെ, എനിക്ക് തോന്നുന്നു ഗാക്പോ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സല സ്റ്റാർട്ട് ചെയ്യില്ലായിരിക്കും, ബെഞ്ചിലായിരിക്കും. ഡിഫൻസ് ലൈനിലും ഒരു മാറ്റമില്ല, സെയിം ലൈനപ്പ് തന്നെ ആയിരിക്കണം. റോബർട്ട്സൺ, കെർക്കസ് തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കൊരു ഡൗട്ട് ഉള്ളത്, അവരുടെ ഫ്രിംപോങ് സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് ആ മിനിറ്റ്സ് അവിടെ റൈറ്റ് ബാക്ക് ഓൾറെഡി ഒരു ഇഷ്യൂ ഉണ്ടല്ലോ അവിടെ. വേറെ ബ്രാഡ്ലി സീസൺ ഔട്ടാണ്. ഫ്രിംപോങ്ങിന് ഒരുപാട് മാച്ച് കണ്ടിന്യൂസ് അത്രയും മിനിറ്റ്സ് കളിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടോന്ന് വെച്ചിട്ട് അവിടെ ഒരു ചേഞ്ച്, ഈവൻ ചിലപ്പോ നേരത്തെ സബ് ചെയ്യാതായാലും മതി, അങ്ങനെ ആയാലും മതി ചേഞ്ച് വരിക. പക്ഷെ സ്റ്റാർട്ട് ചെയ്യാൻ ഫ്രിംപോങ് ആയിരിക്കാം. ഇല്ലെങ്കിൽ അവിടെ പിന്നെ ഗോമസ് ആണ് ഒരു ഓപ്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ സൊബോസ്ലയോ അല്ലെങ്കിൽ കേർട്ടിസിനെ അവിടെ കളിപ്പിക്കുകയോ, അങ്ങനെയൊക്കെ ചാൻസ് കാണുന്നുണ്ട്. ഇനിയിപ്പോ എന്താണ് നമ്മള് ഈ മാച്ചിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അതാണ് എല്ലാവർക്കും സാധ്യത. അവര് കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ കഴിഞ്ഞ 2-3 കളിയൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്രീൻവുഡ് എന്തായാലും ഹോട്ട് ഷോട്ട് ഫോമിലാണ് പുള്ളി. എനിക്ക് തോന്നുന്നു ഗ്രീൻവുഡിന് കെർക്കസ് ആ വിങ്ങിൽ ഉണ്ടെങ്കിൽ കുറെയൊക്കെ നള്ളിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്
അതെ, മറ്റേ wing അല്ലേ? നള്ളിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല, റൈറ്റ് സൈഡ് അല്ലേ? ഓക്കെ, സോറി. ഡീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ബിക്കോസ് നമ്മള് കെർക്കേസിനെ ഇപ്പം മഡ്വേക്കിനെ ഡീൽ ചെയ്യുന്നത് കണ്ടു, അതേപോലെ സാക്കനെ ഡീൽ ചെയ്യുന്നത് ഫെയർലി ഹി ഡിഡ് ഗുഡ്. അപ്പം എനിക്ക് തോന്നുന്നു ഗ്രീൻവുഡ് അങ്ങനെ പ്രൈം ലൈക്ക് ഒരു പ്രൈം ഡ്രിബ്ലർ അല്ല, പക്ഷെ പുള്ളി ഈ സ്കോറിംഗ് പൊസിഷൻസിലോട്ട് നന്നായിട്ട് അറൈവ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് പുള്ളി ത്രൈവ് ചെയ്യുന്നത്. അപ്പം ഗോൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പുള്ളി കറക്റ്റ് ബോക്സിന്റെ ഒരു സ്ട്രൈക്കർ ഓക്യുപ്പൈ ചെയ്യുന്ന പൊസിഷനിലോട്ട് കറക്റ്റ് വന്ന് നന്നായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പം ഡിസേർബി ബ്രൈറ്റണിൽ കളിക്കുന്ന പോലെ കളിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സ്ലോട്ടിന്റെ ഇത് വർക്ക് ഔട്ട് ആവുമെന്നാണ് തോന്നുന്നത്. ബിക്കോസ് പുള്ളി അങ്ങനെ അനാവശ്യമായിട്ട് പ്രസ് ചെയ്തിട്ട് ഗ്യാപ്പ് കൊടുക്കില്ല. അപ്പം അത് ചിലപ്പം മാർസേലിനെ കുറച്ച് ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ജയിക്കും എന്നാണ് ഈ കളി. ഈ അവരുടെ ശൈലിനെതിരെ കളിക്കാനുള്ള ടൂൾസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് ജയിക്കാൻ പറ്റും ഈ കളി. സിമിലർ അഭിപ്രായം തന്നെ. കാരണം ഒരു എന്താ പറയാ, ഈ UCL PL വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UCL നമുക്ക് കുറച്ചും കൂടി സ്പേസ് കിട്ടും. വേർഡ്സിനായാലും സൊബോസിലേക്ക് ആയാലും ഒന്ന് മാന്യൂവർ ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ സ്പേസും എക്സ്ട്രാ ടൈമും കിട്ടാൻ ചാൻസ് ഉണ്ട്. സൊബോസ് ലൈനൊക്കെ സംബന്ധിച്ചോളം എന്തായാലും ബോക്സിന്റെ ആ പരിസര ഭാഗത്ത് എവിടെന്നെങ്കിലും കുറച്ചുകൂടി സ്പേസ് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഷൂട്ട്. എക്കിറ്റിക്കും ബാർജിൻ ചെയ്ത് പോകാനുള്ളതും, ഇപ്പൊ ഗാക്പോ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഗാക്പോന് കട്ടിൻ ചെയ്തിട്ട് അടിക്കാനുള്ള ഒരു ഗ്യാപ്പ്, ആ ഒരു സോർട്ട് ഓഫ് ഹാഫ് സ്പേസ് അല്ലെങ്കിൽ ഒരു മില്ലി സെക്കൻഡ് സ്പേസസ് ഒക്കെ ഉണ്ടാവില്ലേ, അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമെന്നുള്ളതാണ്. കൺസീഡ് ചെയ്യാനുള്ള നല്ല ചാൻസ് നമുക്കുണ്ട്. ക്ലീൻ ഷീറ്റ് വെക്കാൻ മാത്രമുള്ള ഒരു കോൺഫിഡൻസ് എൻറ്റയർ ടീമിന് വന്നിട്ടില്ല ഇതുവരെ. നമ്മൾ എത്രത്തോളം ഗോൾ അടിച്ചു കയറ്റും എന്നുള്ളതിനനുസരിച്ചിരിക്കും കളി. പക്ഷെ വി ഷുഡ് വിൻ ദിസ്. സ്കോർ ലൈൻ പ്രഡിക്ഷൻ 1-2 അതേപോലെ ഒരു കാര്യം കൂടി കവർ ചെയ്യാണ്ട്. അല്ല, സ്കോർ പ്രഡിക്ഷൻ 0-1 ലിവർപൂൾ. 0-1. 1-2. ഒരു ഗോൾ കൺസീഡ് ചെയ്യില്ല. എനിക്കും 1-2 അല്ലെങ്കിൽ 1-3 ഒക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഒരു ഗോൾ കൺസീഡ് ചെയ്യും, പക്ഷെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ജയിക്കും എന്നുള്ളൊരു ഇതിലാണ് നമുക്ക് ഉള്ളത്. മാത്രല്ല നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ സ്റ്റൈല്, നമ്മുടെ ഈ ബ്രൈറ്റനിലൊക്കെ കളിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ നമ്മൾ ടാക്കിൾ ചെയ്യാൻ പറ്റും. ഈ പ്രസ്സിങ്ങിന്റെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ പ്ലേയേഴ്സിനെ ബാധിക്കില്ല. അതല്ല, നമ്മളത് റെസിസ്റ്റ് ചെയ്ത് നമ്മുടെ പ്ലേയേഴ്സിനെ വെച്ച് ജയിക്കാനുള്ള നല്ല ഇതുണ്ട്. ഇപ്പൊ കഴിഞ്ഞതിൽ സൊബോസിലേക്കൊക്കെ മിഡ്ഫീൽഡിലൊക്കെ കുറച്ചും കൂടിയൊക്കെ സമയവും ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഇതിലത് കുറച്ച് ടൈറ്റ് ആയിരിക്കും, എന്നാൽ തന്നെ നമുക്ക് ബോക്സിലേക്ക് ആളെ ഫ്ലഡ് ചെയ്യാനും നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എനിക്ക് ഫീൽ ചെയ്യാം. നമുക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവർ ലോ ബ്ലോക്ക് കളിക്കാതിരുന്നാൽ മതി. ഇപ്പൊ സ്ലോട്ട് പറയാറുണ്ട്, മിക്കവാറും എല്ലാ ടീമുകളും അത് കണ്ടിട്ട് നമുക്കെതിരെ നമ്മൾ പ്ലാൻ ചെയ്തതിനെ മാറ്റി അവര് ലോ ബ്ലോക്ക് കളിക്കുന്നത്. നമുക്ക് അങ്ങനെ വരില്ലാന്ന് വിചാരിക്കും. വേറെ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് മാച്ചസ് ഉള്ളത്? ആർസണൽ ഇന്റർ ഉണ്ട്, പക്ഷെ അതില് എത്രത്തോളം എന്താ പറയാ, ഇൻ പേപ്പർ നല്ല മാച്ച് ആയിരിക്കും. പക്ഷെ ആർസണലിനെ സംബന്ധിച്ചോളം കളി ജയിക്കണം എന്ന് പോലും ഇല്ല, നിർബന്ധമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അവര് ആൾക്കാരെ റെസ്റ്റ് ചെയ്യിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാണണം. അല്ലാത്ത ഒരു നല്ലൊരു ഗെയിം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. റയൽ മാഡ്രിഡ് മൊണാക്കോ ഉണ്ട് പേരിന്, പിന്നെ യുവന്റസ് ബെൻഫീക്ക. ഓൺ ടേബിൾ അവർക്കൊക്കെ ഇത് ഇമ്പോർട്ടന്റ് ഗെയിംസ് ആണ്. യുവന്റസിന് കളി ജയിച്ചേ പറ്റൂ. ബെനിഫിക്കക്ക് എന്തേലും ഹോപ്പ് വേണമെന്നുണ്ടെങ്കിലും ദേ നീഡ് ടു ഡു സംതിങ്. ഈ വീക്കിലെ മാച്ചസും കൂടി കഴിഞ്ഞിട്ട് വേണം. കഴിഞ്ഞ തവണ നമ്മൾ അങ്ങനെ ആയിരുന്നു കണ്ടതാ. ഈ ലാസ്റ്റ് 8ാമത്തെ മാച്ച് വരുമ്പോ, ലാസ്റ്റ് മാച്ചില്
ലൈവായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ആർക്കെതിരെ കളിക്കും എന്നുള്ളതൊക്കെ ഓരോ ഇൻസ്റ്റന്റിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അത് മാത്രമേ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉള്ളൂ. ഇപ്പൊ ക്രിസ് ഇവിടെ പറയാറുള്ള പോലെ ഈ വീക്കിൽ അത്ര ഭയങ്കര ഇൻക്ലൂസീവ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഫിക്സ്ചേഴ്സ് ഒക്കെ കുറവാണ്. പറഞ്ഞല്ലേ ഇന്റർ ആർസണൽ അങ്ങനെയുള്ള ചെറിയ മാച്ചുകളും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ചാൻസിൽ 36 24 ടീമും അടുത്തതിലേക്ക് പോവുകയാണല്ലോ. ഓക്കെ, നമുക്ക് ചാമ്പ്യൻസ് ലീഗിൽ നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. എനിവേ ബാക്കിയുള്ള ഒരു ഇത് പറയാനുള്ളത് ആഫ്കോണിന്റെ അതാണ് അല്ലെ, വേറെ സംഭവം ഉണ്ടായത്. ആഫ്കോൺ ഫൈനൽ. ആഫ്കോണിന്റെ നമ്മള് ഇതിനു മുമ്പ് പലപ്പോഴും നമ്മള് പല കാര്യങ്ങളും പറയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും കൂടാം, നമ്മൾ ഒരു മീറ്റിംഗ് ഒരു പോഡ്കാസ്റ്റ് അതിനെ കുറിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞെങ്കിൽ നമുക്ക് പലർക്കും പല തിരക്കുകളും ഒക്കെ കാരണം അതിലേക്ക് എത്താൻ പറ്റില്ല ആഫ്കോണിന്റെ ഒരു ഷോ വീണ്ടും ചെയ്യാനായിട്ട്. പക്ഷെ ഇനിയിപ്പോ ആഫ്കോൺ നമ്മൾ ഉണ്ടാക്കേണ്ടി വരില്ല, മിക്കവാറും നെറ്റ്ഫ്ലിക്സ് ഉണ്ടാക്കിക്കോളും, അതിനുള്ള കണ്ടന്റ് ഉണ്ട് ഇതിന്. അതെ അതെ, ആഫ്കോണില് അത്രയധികം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഒരുപാട് രസമുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായി. പക്ഷെ ഫൈനലിൽ എത്തിയപ്പോഴേക്കും അത് ആ രസകരമായിട്ടുള്ള പല കാര്യങ്ങളും കുറച്ചും കൂടി കുറച്ചധികം സീരിയസ് ആയോ, കുറച്ചധികം അലമ്പായി എന്ന് പറയുന്ന രീതിയിൽ അലമ്പായി മാറുന്നു വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഇതില് ഒരു ഇഷ്ടമായിരുന്ന കോങ്കോ ഫാനായിട്ടുള്ള ആള് മറ്റേ അവരുടെ പ്രസിഡന്റിലെ ലുമുംബയുടെ ഒരു പോസ്റ്റിൽ നിൽക്കുന്ന ഒരു സാധനമൊക്കെ നല്ല രസമുള്ള ഒരു സാധനമായിരുന്നു. ആള് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ നിൽക്കലും അത് കഴിഞ്ഞ് ഒരു മാച്ച് അൾജീരിയ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോ ആൾ കരയുന്നതും കണ്ടു കഴിഞ്ഞപ്പോ അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യങ്ങളായിരുന്നു. മീൻസ് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്ത ഒരു കാര്യം. അത് പല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല മാച്ചുകളും ഭയങ്കര മൊത്തത്തിൽ തന്നെ കുറെ എന്താ പറയാ ഒരു കോൺട്രവേഴ്ഷ്യൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബിസാർ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ. ഇപ്പം ഗാബൺ 3 കളി തോറ്റു, അവരെ സംബന്ധിച്ചോളം അത് ആക്ച്വലി ഒരു ഡ്രോ എങ്കിലും പ്രതീക്ഷിക്കാമായിരുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒബമയാങ്ങിനെ ആജീവനാന്ത വിലക്ക് കൊടുത്ത് എൻറ്റയർ ടീമിനെ പിരിച്ചു വിട്ട്, അതൊക്കെ നമ്മള് നാട്ടിൻപുറത്ത് ടൂർണമെന്റ് ഒക്കെ കാണുന്നില്ലേ, ആ ഒരു ഫീല് സാധനങ്ങളാണ് വരുന്നുള്ളത്. ഇപ്പം ഈവൻ ഫൈനൽ തന്നെ ടവലെടുത്ത് ഓടുക, ഇതൊക്കെ ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. ടവലെടുത്ത് ഓടാതിരിക്കാന് പ്ലേയേഴ്സ് തന്നെ വന്നുണ്ട്. മാനേജർ അത്രയും സിറ്റുവേഷൻസ് മാനേജർ ടീമിനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ വേറെ ബാക്കപ്പ് കീപ്പർ ഇങ്ങനെ ടവലും പിടിച്ചിരിക്കുകയാണ്, ബാക്കി പ്ലേയേഴ്സ് വന്ന് എടുത്തോണ്ട് പോവാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള അക്കൗണ്ടിൽ കണ്ടിട്ടുള്ള പോലെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ലിവർപൂൾ സെൻട്രിക് ആയിട്ട് നോക്കുകയായിരുന്നെങ്കിൽ സല, ഇത് നമ്മുടെ പഴയ പ്ലെയർ മാനെ, സല വേഴ്സസ് മാനെ വീണ്ടും ഒരു മാച്ച് വന്നു, അതിൽ വീണ്ടും മാനെ ജയിക്കുന്ന അവസ്ഥ ഉണ്ടായി. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ടീമുകളൊക്കെ അടുത്തതിൽ സർപ്രൈസ് വിൻസ് ഉണ്ടായിരുന്നു. സല മാനെ ഒരു ടാക്കൽ ഉണ്ടായിരുന്നു, സല മാനിനെ ഫൗൾ ചെയ്യുന്നു, അത് കഴിഞ്ഞ് മാനെ വീഴുന്നു, എൻറ്റയർ ബെഞ്ച് അടിയുണ്ടാക്കാൻ ഓടുന്നു. അതെ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി. പിന്നെ നമ്മുടെ ഇതിൽ നോക്കുമ്പോ ഫൈനലിനെ കുറിച്ച് തന്നെ പറയാല്ലേ. ഫൈനൽ മാച്ച് എങ്ങനെയുണ്ടായിരുന്നു ഉബിൻ? കമ്പാരിറ്റീവ്ലി ഒരു ബോറിംഗ് ആയിരുന്നു. കോൺട്രവേഴ്സി അപ്പാർട്ട്, അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയാ ആഫ്കോൺ സ്റ്റാൻഡേർഡ് വെച്ചിട്ട്, ആഫ്കോൺ മോശമാണെന്നുള്ളതല്ല, പക്ഷെ ആഫ്കോൺ മൊത്തത്തിൽ തന്നെ എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഇതിന് 120 മിനിറ്റ് കൊണ്ടുപോകണം എന്നുള്ള പ്ലാനിലാണ്. നമ്മൾ കഴിഞ്ഞ ഈജിപ്തിന്റെ എല്ലാ കളി നോക്കുകയാണെന്നുണ്ടെങ്കിലും നൈജീരിയയുടെ ഒരു എല്ലാ കളി നോക്കണം, അവർക്ക് എങ്ങനെയെങ്കിലും അതിനെ ഗോള് കൺസീഡ് ചെയ്യാണ്ട് പിടിച്ചേക്കുക, എന്നിട്ട് എങ്ങനെ ഇത് 90 മിനിറ്റ്സ് തീരണ്ട 120 തീർക്കുക. ആ ഒരു ഫ്ലോ ഇപ്പോഴും ഉണ്ടായിരുന്നു. ഇവര് ഒരു എന്താ പറയാ ഒരു ഫോർവേഡ് മെന്റാലിറ്റിയിൽ എടുക്കുന്നില്ല. എങ്ങനെയും ടൂർണമെന്റ് ജയിക്കണം, പെനാൽറ്റിയിൽ ജയിച്ചാലും സാരമില്ല, ടൂർണമെന്റ് ജയിക്കണം. ആ ഒരു ഇതിലാണ് പോയത് മുഴുവൻ. അപ്പം ആസ് എ ന്യൂട്രൽ വ്യൂ, പുറത്തുള്ള കോൺട്രവേഴ്സീസ് മേക്സ് ഇറ്റ് മോർ എന്റർടൈനിങ്. പക്ഷെ ഓൺ ദ പിച്ച് ആക്ച്വലി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനുണ്ട് ആഫ്രിക്കൻ ഫുട്ബോൾ. ശരിയാണ്. മാത്രമല്ല സെനഗൽ നമ്മള്
ഫോണിന്റെ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോ നമ്മള് പറഞ്ഞ ടീമുകളൊക്കെ ഈ പറഞ്ഞ പോലെ സെമിയിലെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച മിക്കവാറും ടീമുകളെല്ലാം സെമിയിലെത്തി. അതിലിപ്പോ ഞാൻ പറഞ്ഞ മാത്രമാണ് തെറ്റിപ്പോയത്. ടുണീഷ്യ എത്തുന്നു ഞാൻ പറഞ്ഞു. ടുണീഷ്യ അവര് നോക്കൌട്ട് സ്റ്റേജിൽ തന്നെ പുറത്തായി. പിന്നെ മാനെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് ഫിനിഷ് ചെയ്തു. അങ്ങനെ നമ്മുടെ അതെ ഇന്റർനാഷണലിൽ നിന്ന് റിട്ടയർ ചെയ്ത് വേൾഡ് കപ്പ് വരാൻ പോവാണ്. പക്ഷെ അവരില്ലല്ലോ അല്ലെ, അവരതിലില്ലല്ലോ വേൾഡ് കപ്പിൽ. അതെ അതെ പിന്നെ റിട്ടയർ ചെയ്തെന്ന് മനസ്സിലായില്ല. എനിവേ പിന്നെ നൈജീരിയ ആയിരുന്നു എനിക്ക് അവരുടെ കളി ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. നൈജീരിയയുടെ കളി നല്ല രസമുള്ള മാച്ച് ആയിരുന്നു. അവര് നല്ല അറ്റാക്ക് ചെയ്തു. ഓക്കെ, എനിവേ എന്തായാലും ആഫ്കോൺ അങ്ങനെ ഒരു ചാപ്റ്റർ ആഫ്കോൺ കഴിഞ്ഞു. ഇനിയിപ്പോ ആഫ്കോൺ പഴയ പോലെ 2 വർഷം കൂടുമ്പോ ഇല്ലാന്ന് പറയുന്നത്, ഇന്ന് 4 വർഷം കൂടുമ്പോ ഒന്നും കൂടി ഉണ്ട്. 2027 ഒന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ 4 years. അത് കഴിഞ്ഞിട്ടാണ് 2 years. എനിവേ ഇപ്പൊ എന്തായാലും 1 മണിക്കൂറിന്റെ അടുത്ത് ആവാറായി നമ്മുടെ ഇത് പോയിട്ട്. നമ്മള് 3 പേരേ ഉള്ളൂ. ഒരാളും കൂടി ഉണ്ടായിരുന്നു കുറച്ചുകൂടി കൂടുതൽ പോയത് ചിലപ്പോ. നമ്മള് ഇപ്പോ തുടങ്ങിയത് ബേൺലിയുടെ ഇത് വെച്ചിട്ടാണ് നമ്മുടെ റിസൾട്ടും അതിനെ കുറിച്ച്. നമ്മൾ ഇന്ന് ഗണേശ് ജോയിൻ ചെയ്തില്ല. ഗണേശ് ലാസ്റ്റ് മിനിറ്റ് ഗണേശ് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഗണേശ് പല ഫാൻസും ഇതിൽ സ്ലോട്ട് ഔട്ടിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻ വരും എന്നൊക്കെ പ്രതീക്ഷിച്ച് വന്ന ആൾക്കാരുണ്ടാവും. ഗണേശും അതിന് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഗണേശിന് എന്തോ അവിടെ പ്രശ്നം ഉണ്ടായി. അത് കാരണം പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ക്രിസ് ഈ പറഞ്ഞ പോലെ കാറിന്റെ ഉള്ളിൽ സ്റ്റക്കായി കിടക്കുകയാണ്. ഇതുവരെ എത്തിയിട്ടില്ല, ട്രാഫിക്കിൽ കിടക്കുകയാണ്. അപ്പോ അതൊക്കെ കഴിഞ്ഞ് നമ്മള് അടുത്ത മാച്ചില് വീണ്ടും ചാമ്പ്യൻസ് ലീഗിൽ നല്ല പ്രതീക്ഷയോടെ നമ്മൾ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ പോവുകയാണ്. നമ്മളെ പ്രഡിക്ഷൻസ് നമ്മളിവിടെ പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾ പ്രെഡിക്റ്റ് ചെയ്യാൻ, നിങ്ങൾ നേരത്തെ മാച്ചിൽ പ്രെഡിക്റ്റ് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം, കമന്റ് ആയിട്ട് പറയാം. നിങ്ങൾക്ക് സ്ലോട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം നമ്മളിവിടെ പറഞ്ഞു. സ്ലോട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് സംഭവിക്കുക, അതൊക്കെ നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് പറയാം. അതുപോലെ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ നിങ്ങളും കൂടി ഹെൽപ്പ് ചെയ്യണം. കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള ലിവർപൂൾ ഫാൻസ് പലരും ഇത് കാണാത്ത ആൾക്കാരുണ്ടാവും, അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. എനിവേ അടുത്ത ഇതിൽ ഇപ്പൊ നിങ്ങളുടെ കമന്റ്സിന്റെ ശക്തിയായിരുന്നു. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അജ്മൽ ഇപ്പൊ 2 ഇതിൽ വന്നു. ഗണേശും നിങ്ങളുടെ കമന്റ് ഇട്ടിട്ട് ഗണേശിനെ തിരിച്ചു വരണം, ഗണേശിനെ കാണാൻ മിസ് ചെയ്യണു എന്നൊക്കെ പറഞ്ഞ് കമന്റ് കണ്ടിട്ട് ഗണേശ് വരാൻ നിന്നതാണ്. ഗണേശ് എന്തായാലും അടുത്ത എപ്പിസോഡ് മിക്കവാറും ഉണ്ടാവും. എനിവേ നമുക്ക് വീണ്ടും അടുത്ത നമ്മുടെ മാർച്ചിലെ മാച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും എപ്പിസോഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. അപ്പോൾ അതില് ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾക്ക് അപ്പെടുക്കും. എല്ലാവർക്കും ബൈ.